بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومه إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ മാതൃക സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ലക്ഷ്യം മറക്കുന്നു എന്നതാണ്. ഒരിക്കൽ പുണ്യനബിയുടെ മടിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിൻ്റെ മടിയിൽ നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. കുറേ സമയം കിടന്നപ്പോൾ അറിയാതെ തങ്ങൾ ഉറങ്ങി. നബി തങ്ങൾ ഉറങ്ങിയപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ അല്പസമയം മുഖത്തേക്ക് നോക്കിയിരുന്ന് അവസാനം കരഞ്ഞു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ ആരംഭ റസൂലിന്റെ പൂമുഖത്തേക്ക് രണ്ടിറ്റ് കണ്ണുനീരറ്റി വീണു. നബിതങ്ങൾ ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, യാ ആയിഷു, ഏ ആയിഷ, അഹസൻത, നിനക്ക് ദുഃഖമായോ? യാ ആയിഷു, ഏ ആയിഷ, നിനക്ക് വിഷമായോ ഞാൻ ഉറങ്ങിയത്? നീ കുറെ സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നു, അത് നടക്കാതെ പോയി, വിഷമിച്ചോ? എന്തേ കരഞ്ഞത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ദുനിയാവിൽ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങളെ ലഭിക്കും. നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാൽ എനിക്കിങ്ങനെ മടിയിൽ കിടത്തി ഉറക്കാൻ നിങ്ങളെ ലഭിക്കുമോ നബിയേ? അതാലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ഞാനിത് പറയാൻ കാരണം, ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിച്ച് ഭാര്യയുള്ളവരാണ്. താഴെ ഒരുപാട് സ്ത്രീകളുണ്ട്. കുറച്ച് സ്ത്രീകളെ ഞാൻ വരുമ്പോൾ കണ്ടു, പിന്നെയും കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. ഇപ്പോഴും ചില സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ പാപ്പോടെ ഇരുന്നിട്ട് താഴേക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ പെണ്ണുങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് എല്ലാവരും മിക്കവാറും ഒരു 80% കല്യാണം കഴിച്ചവരായിരിക്കും. ഇതെന്തിനുള്ളതാണ് എന്ന് നമ്മളിതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തിനാണ് ഇപ്പം ഈ കല്യാണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം പരിചയപ്പെടുത്തിയപ്പോൾ സ്വർഗം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റവാക്കിൽ പറഞ്ഞത് സൂറത്ത് യാസീനിലാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചു പറഞ്ഞു. അത് സൂറത്ത് യാസീനില്ല. യാസീൻ എല്ലാവർക്കും അറിയണതാണോ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗാണ്. ഹും അവർ, വഅസ്വാജുഹും അവരുടെ ഇണകളും ഭാര്യമാര്, ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില്, അലൽ അറായിക്കി കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുകയാണ്.
ലഹും അവർക്കുണ്ട് ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും മാ യദ്ദഊൻ അവർ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും മുഴുവൻ അവർക്ക് ലഭിക്കുന്നതാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റബ്ബുർ റഹീമായ അല്ലാഹുവിങ്കൽ നിന്ന് സലാം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സ്വർഗം മുഴുവനായിട്ട് അതിൽ പറഞ്ഞു. ഹും അവർ വ അസ്വാജുഹും അവരുടെ ഇണകളും. നമ്മൾ നല്ല ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പോവുക പാർക്കിൽക്കാണ്. സാധാരണ എവിടേക്കോ ഒന്ന് പോവുക, ഒന്ന് ഊട്ടി പോവുക, കൊടൈക്കനാൽ പോവുക, എവിടേക്ക് അതൊക്കെ കുറച്ച് കോട്ടക്കൊന്ന് പോവുക. ഇങ്ങനെ പോണം എന്നല്ല ഞാൻ പറഞ്ഞത്, സാധാരണ പോവൽ അങ്ങോട്ടാണ്, പാർക്കിൽക്കാണ് പോവുക. പാർക്ക് പോയവരുണ്ടാവില്ല ഇപ്പോൾ ഈ കൂട്ടത്തിൽ. ഏതായാലും എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടാവും. പാർക്ക് ചെന്നാലേ കുറേ മരങ്ങളുണ്ടാവും. മരത്തിൻ്റെ ചോട്ടിൽ ചാരിയിരിക്കുന്ന കട്ടില്, സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നല്ല ചാരി ഇരിക്കാൻ പറ്റിയ പെയിൻ്റൊക്കെ ചെയ്ത ഷാർ കട്ടില്. അയിമേ ഒരാണും ഒരു പെണ്ണും, ഒരാണൊരു പെണ്ണും, ഒരാണൊരു പെണ്ണും, ഒരാണൊരു പെണ്ണും, അങ്ങനെ ജോഡികൾ. ചിലപ്പോൾ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ വാടക കൊടുന്നായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയാണ് കാണുക. സ്വന്തമാണോ വാടക കൊടുന്നതെന്ന് ഓരോട് ചോദിക്കണ്ടേ, നമുക്കറിയില്ലല്ലോ. സംഗതി ഒരാണൊരു പെണ്ണും, ഒരാണൊരു പെണ്ണും, ഒരാണ് പെണ്ണും, അങ്ങനെ കാണുക. കയ്യിൽ ഐസ്ക്രീം. ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് വരും. കടല വേണ്ടവർക്ക് അത്, ഒരു ചിക്കൻ്റെ പീസ് കിട്ടിയാൽ തിരക്കടില്ലെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ ഓർഡറിനനുസരിച്ചാണ്. പിന്നെ ആദ്യത്തെ ഐസ്ക്രീമാണ്, ഫസ്റ്റ് ചെന്നേക്കിന് ഐസ്ക്രീമാണ്. ഇങ്ങനെയാണ് പാർക്ക്. അത് അതേമാതിരിയാണ് ഖുർആൻ സ്വർഗം പറഞ്ഞത്. എന്തൊക്കെ ഇപ്പോൾ ഉള്ളതൊന്നുകൂടിയും പറയട്ടോ. ഒന്ന് മരത്തിൻ്റെ ചുവട് നിഴല്, 2 ചാരിയിരിക്കുന്ന കട്ടില്, 3 ഇണകൾ, 4 ഐസ്ക്രീം, 5 ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ആയത്ത് നോക്കാം. ഹും വ അസ്വാജുഹും അവരും അവരുടെ ഇണകളും ഫീ ദിലാലിൻ മരത്തിന്റെ ചോട്ടില്, അലൽ അറായികി മുത്തഖിയൂൻ കട്ടിലുമ്മ ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫീഹാ അതിൽ ഫാക്കിഹത്തുൻ ഐസ്ക്രീം, വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ വസ്തുക്കളുണ്ട്. ഒരു വ്യത്യാസം എന്താ വെച്ചാല്, ദുന്യാവിലെ ഏത് പാർക്കാണെങ്കിലും മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് പോകണം. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോകണം. അവിടെ പറ്റൂല, ഇരുന്നോടത്തിരുന്ന് പറ്റൂലല്ലോ. ഏതായാലും എന്നാലും സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല. കാരണം മലവും മൂത്രവും ഉണ്ടായിരിക്കില്ല. സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മൂക്കിൽ മൂക്കട്ടയില്ല, വായിൽ ഉമിനീരില്ല, ചെവിയിൽ ചെവിക്കായമില്ല, ശരീരത്തിന് വിയർപ്പില്ല, ഒന്നുമില്ല. ഒരു വിയർപ്പുണ്ട്, അത് ഭക്ഷണം കഴിച്ച ഉടനെയാണ് വിയർക്കുക. സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്, രാവിലെയും വൈകുന്നേരവും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്. പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ അപ്പം കിട്ടിക്കൊണ്ടിരിക്കും. രാവിലത്തെ ഭക്ഷണം കഴിച്ചാല് ഒരാൾക്ക് സാധാരണഗതിയിൽ 1000 മനുഷ്യന്റെ ശക്തിയാണ്. അപ്പൊ 1000 ആളുടെ ഭക്ഷണം കഴിക്കും. ഒരാൾ 1000 ആളുടെ ഭക്ഷണം സാധാരണ നോർമൽ കഴിക്കും. ഒരാൾ രാവിലെ 1000 മനുഷ്യന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വിയർക്കും. വിയർത്ത് കഴിയുമ്പോൾ ആ കഴിച്ച ഭക്ഷണം അവന്റെ ആമാശയത്തിന്റെ ഭാഗമായി മാറുന്നതാണ്. വിയർക്കുമ്പോൾ ആ വിയർപ്പിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കസ്തൂരിയുടെ സുഗന്ധം എത്ര? കസ്തൂരിയുടെ സുഗന്ധം 6000 കിലോമീറ്ററാണ്. കസ്തൂരി എന്ന് പറഞ്ഞാല് മാനിന്റെ കൊമ്പിൽ നിന്ന് പൊട്ടുന്ന ഒരു സാധനം. മാനിന്റെ കൊമ്പ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കറയാണ് കസ്തൂരി. കസ്തൂരി മാൻ കേട്ടിട്ടുണ്ടാവും. ഒരു മാനിന്റെ കൊമ്പിൽ കസ്തൂരി പൊട്ടിയാൽ അതിന്റെ വാസന 6000 കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും. ദുന്യാവില് 6000 കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും.
ഏറ്റവും വില കൂടിയ സുഗന്ധം മസ്ക് എന്ന സുഗന്ധാണ്. കസ്തൂരി അതിൻ്റെ അടുത്ത് കൂടി ഒന്നിങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിൽ കസ്തൂരി ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ അടുത്ത് കൂടി ഒന്നിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് ആര്? കസ്തൂരി. അതുകൊണ്ടാണ് ഏറ്റവും വില കൂടാൻ കാരണം. അതാണ് കസ്തൂരി 6000 കിലോമീറ്റർ. എന്നാൽ കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ 6000 കിലോമീറ്റർ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? കണക്കാക്കാൻ പറ്റൂല. അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഉൾനാട്ടുകൊക്കെ ചിലപ്പം പരിപാടിക്ക് പോകുമ്പോഴേ മുതുവല്ലൂർക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിച്ചാൽ വയസ്സന്മാരോട് ചോദിച്ചാൽ 2 കിലോമീറ്ററും പിന്നെ കുറച്ചും ഉണ്ട് എന്ന് പറയും. ഈ 2 കിലോമീറ്റർ നമുക്ക് വണ്ടിൻ്റെ മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് യാതൊരു ചിലപ്പോൾ ഹദ് ഉണ്ടാവില്ല അതിന്. അല്ലെങ്കിൽ 2 മൈൽസും പിന്നെ കുണം ഉണ്ട് എന്ന് പറയും. 2 മൈൽസ് നമുക്ക് മനസ്സിലാക്കും, പിന്നത്തെ ആ കുണം ഉണ്ടല്ലോ യാതൊരു ഐഡിയയും കിട്ടൂല. അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ്റെ കൂലി അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുകാരൻ്റെ കൂലി എന്നതുപോലെ സ്വർഗത്തിൽ വിയർപ്പിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നാണ്. കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ നമ്മൾ കണക്കൂട്ടിയാ കിട്ടിയിരുന്നു. കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നത് കണക്കൂട്ടിയാ കിട്ടൂല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് നമ്മുടെ ഭാര്യ സ്വർഗത്തിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. താഴെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. എത്ര സ്ത്രീകൾ ഈ ഭർത്താവ് സ്വർഗത്തിലേക്കുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. ഓളാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വേണ്ട എന്ന് ആലോചിക്കണ്ട. കാരണം ആള് ഓളന്നെയാണ്, പക്ഷെ പല്ലിന് ചെരിവൊന്നും ഉണ്ടാവില്ല. ആള് മൂപ്പരെന്നെ സാലിം വയസ്സ് തന്നെയാണ്, പക്ഷെ ഒരു പല്ല് ചെരിഞ്ഞുകാണ്ടൊന്നും ആവൂല എന്നർത്ഥം. 35 വയസ്സാണ്. 35 വയസ്സാണ്. സ്ത്രീകൾക്ക് 16 വയസ്സാണ്. ഇന്നലെയും 16ആണ്, ഇന്നും 16ആണ്, നാളെയും 16ആണ്, എപ്പോഴും 16ആണ്. പുരുഷന്മാർക്ക് 35 വയസ്സാണ്, എപ്പോഴും 35ആണ്. ഏറൂല, കുറയില്ല. സ്വർഗം പടച്ചതിന് ശേഷം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ ഇങ്ങനെ പോയപ്പോൾ ഒരു പ്രകാശം കണ്ടു എന്നാ, ഒരു ലൈറ്റ്. ഉടനെ സുജൂദ് ചെയ്തു. അള്ളാഹുവിൻ്റെ നൂറാണ് എന്ന് കരുതിയിട്ടാണ് സുജൂദ് ചെയ്തത്. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ തട്ടി നീക്കിയറിഞ്ഞു. എന്താ പരിപാടി? ഇത് സ്വർഗല്ലേ, ഇവിടെ സുജൂദ് കിടക്കാൻ പോന്നൊക്കെ നീപ്പിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അപ്പോൾ ഞാനൊരു പ്രകാശം കണ്ടില്ല അതോന്ന് ചോദിച്ചു. അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. അത് പറഞ്ഞാൽ എന്തിനാ വെച്ചാൽ ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയെ കണ്ട്, ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ഈ ഹൂറിപ്പെണ്ണ് അജബായി നോക്കി നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ദുന്യാവെന്ന് ചെല്ലുന്ന പെണ്ണിന്റെ സൗന്ദര്യം എത്രയിക്കാരം? സാധാരണഗതിയിൽ നമുക്കൊക്കെ 21 ദിവസം കൂടുമ്പോൾ സൗന്ദര്യം കൂട്ടിത്തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ അഴിച്ചു പണിയെടുത്ത് മാറ്റി തരുന്നത് 21 ദിവസം കൂടുമ്പോഴാണ്. എല്ലാ മനുഷ്യന്റെയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും 21 ദിവസം കൂടുമ്പോൾ മാറും. എന്നാൽ സ്വർഗത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആഴ്ചയിൽ ഒരു തവണ മാറുന്നതാണ്. അതായത് ദുനിയാവിൽ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം മാറുന്ന സമയം കൊണ്ട് സ്വർഗത്തിൽ വെച്ച് 3 പ്രാവശ്യം മാറുന്നതാണ്. സൂഖുൽ ജുമാ എന്നൊരു ചന്ത ഉണ്ട് സ്വർഗത്തില്. സൂഖുൽ ജുമാ, വെള്ളിയാഴ്ച ചന്ത. ആ ചന്തക്ക് 2 പ്രത്യേകതയാണുള്ളത്. ഒന്ന്, അവിടെ സ്ത്രീകൾ ആരും ഉണ്ടായിരിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 2, ഒന്നും വിൽക്കാനും ഒന്നും വാങ്ങാനും ഇല്ല എന്നൊരു പ്രത്യേകതയും അതിനുണ്ട്. ഒന്നും വിൽക്കാണ്ടാവില്ല, ഒന്നും വാങ്ങാനുണ്ടാവില്ല. സ്ത്രീകൾ ആരും വരില്ല സൂഖുൽ ജുമയില്. അപ്പൊ സ്വർഗത്തിലും പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച പോണ പരിപാടി ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച പോകുന്നിടത്തേക്ക് പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, ഒരു പെരയിലാണ്. സ്വർഗത്തിലായാലും പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച പോവില്ല. എന്തോ ആവട്ടെ, ഏതായാലും ആണുങ്ങളാണ് വെള്ളിയാഴ്ച ചന്തക്ക് പോവുക. ചന്തയിൽ ചെന്നാൽ ഒന്നും വിൽക്കാനുമില്ല, ഒന്നും വാങ്ങാനില്ല. പിന്നെ എന്താ ഉള്ളത്? ഉള്ളതിങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കോളേജ് പഠിച്ചിന്ന് കണ്ട അബ്ദുൽ ഗഫൂർ അല്ല വരുന്നത്, പോൻ തന്നെയാണ്.
ഓൻ്റെ മേത്തൊരു നല്ല ഭംഗിയുള്ള ഒരു കള്ളിക്കുപ്പായം കണ്ടില്ലേ, നല്ല ചൊറുക്കുണ്ട് നിങ്ങൾ തോന്നുമ്പോഴത്തിന് അങ്ങനത്തെ ഒരു കള്ളിക്കുപ്പായം എൻ്റെ മേത്തും. വേറെ ആർക്കേലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടാത്തത് നോക്കാൻ പോവുക, അതാണ് ചന്തയിലെ പരിപാടി. അത് കുപ്പായം മാത്രമല്ല കേട്ടോ, സാധാരണ ഒരാൾക്ക് 1000 പുരുഷന്റെ കഴിവുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ശക്തി ഉണ്ടാവുമെന്ന്. അസ്സലാമു അലൈക്കും എന്നാണ്ട് സത്താറിന്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ ഇവന് 1000 അല്ലല്ലോ 2000 ഉണ്ട് എന്ന് തോന്നിയാൽ മതി. അപ്പോത്തിന് ഇവനും തോന്നിയവനും 2000. ഇങ്ങനെ ചന്തയെ പോയിട്ട് മൂപ്പരിങ്ങനെ വരും പെരേക്ക്, വാതിലുമ്മ മുട്ടും. റുക്കിയ വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ മൈമൂന വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം അത് നിങ്ങൾ തന്നെയാണല്ലോ, പിന്നെ എന്താ നിങ്ങൾക്കൊരു മാറ്റം? മൂപ്പര് മാറിയിട്ടുണ്ട്, ആള് മൂപ്പര് തന്നെയാണ്, പക്ഷെ പോയ അത്ര സൗന്ദര്യമല്ല തിരിച്ചു വന്നത്. അപ്പൊ മൂപ്പര് ഒന്ന് ഔത്തേക്ക് ഇങ്ങനെ നോക്കും, ഇജന്നെല്ലാം അറിയുമ്പോ അത് ഞാൻ പോകുമ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ആളാകെ മാറിയിട്ടുണ്ടല്ലോ. ആഴ്ചക്ക് ഹും അവർ വ അസ്വാജുഹും അവരുടെ ഇണകളും ഇവിടുന്നുള്ളത് തന്നെ ഇതേ സാധനാണ്, പക്ഷെ ഒരു കുറവുണ്ടാവില്ല, എല്ലാം മിയാണ്. അതുകൊണ്ട് ഇവിടുന്നുള്ള തന്നെ കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്തൊക്കെ കുറവ് അതിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒരു 10-30 കൊല്ലേ സഹിക്കണ്ടുള്ളൂ, പിന്നെ കാലാകാലം എല്ലാം ക്ലിയർ ആക്കി തരും. എന്ത് തന്നെയാണെങ്കിലും മുഴുവൻ ക്ലിയർ ആക്കിയിട്ട് ഇവിടുത്തെ ആ സംസാരം പോലും ഉണ്ടാവില്ല, വളരെ ആകർഷണീയമായ സംസാരം എല്ലാം മാറ്റിത്തരും അല്ലാഹു തആല. കിട്ടണം എന്ന് ആഗ്രഹിക്കണം. ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാൽ മുക്കുരി ഒരു ഖുത്ബോധമല്ല. എല്ലാ നിക്കാഹിന്റെ സദസ്സിലും ചെന്നാൽ നമ്മൾ കേൾക്കും മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹറദ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. മൻ തസവ്വജ ബിംറാത്തിൻ, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ഫഖദ് അഹറദ സുലുസൈ ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 അവൻ പൂർത്തിയാക്കി. ഫൽയത്തഖില്ലാഹ, ഇനി അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. ഫിസ്സുലുസിൽ ബാഖി, ബാക്കിയുള്ള 1/3. വേറെ ഹദീസിൽ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ എന്നുണ്ട്. ഒരാളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയും പൂർത്തിയാക്കി. ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്തു കൊള്ളട്ടെ. ദീനിനെ 2 ഭാഗമാക്കിയാലേ, ഒരു ഭാഗം തഖ്വ, ഒരു ഭാഗം പെണ്ണെട്ടല്. അങ്ങനെയുള്ള ഹദീസിൽ നിന്ന് കിട്ടണേ. ഒരു ഭാഗം കല്യാണം കഴിക്കുക, ഒരു ഭാഗം തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക, ഇങ്ങനെ കിട്ടും. അങ്ങനെ ഹദീസിൽ നിന്ന് കിട്ടും. ശരിക്കും തഖ്വയുടെ കൂടെ നിൽക്കുന്ന അമല് ഈമാനാണ്. ഖുർആൻ കൊണ്ട് അങ്ങനെ വരിക, ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. തഖ്വയുടെ കൂടെ നിൽക്കേണ്ടത് ഈമാനാണ്. ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിക്കാഹ് കൊണ്ട് ഒരു മനുഷ്യന് കൂടേണ്ടത് ഈമാനാണ്. ഉള്ള ഈമാൻ പോകല്ല വേണ്ടത്. നിക്കാഹ് കൊണ്ട് ഈമാൻ കൂടാ വേണ്ടത്, ഉള്ള ഈമാൻ പോകല്ല വേണ്ടത്. ബാക്കിയുള്ളത് തഖ്വ, അത് നോക്കണം. ഈമാൻ കൂട്ടാനാണ് യഥാർത്ഥത്തിൽ നിക്കാഹ്. ഈമാൻ കൂടാനാണ് നിക്കാഹ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഒരു അമലായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഹും അവർ വ അസ്വാജുഹും, അവരുടെ ഇണകളും, ഫീ ളിലാലിൻ, മരത്തിന്റെ ചോട്ടില്. എന്താ സ്വർഗത്തിലൊരു മരം? ഒരു ഖത്തം ഒരാൾ തീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഖത്തം എല്ലാ ദിവസവും ഒരു ഖത്തല്ല, റമദാനിക്കൊരു ഖത്തം, അങ്ങനെയല്ല, ജീവിതത്തിൽ ഒരു ഖത്തം. ജീവിതത്തിൽ 60 കൊല്ലം ജീവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഖത്തം ഒരാൾ തീർത്താല്, ഒരു ഖത്തം തീർത്താൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് ശഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി. എന്താണ് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പ്രത്യേകത? സ്വർഗത്തിലെ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ കുതിരപ്പടയാളി തന്റെ കുതിരയെ ഓടിച്ചാൽ 40,000 കൊല്ലം കഴിയുമ്പോഴാണ് ആ മരത്തിന്റെ താഴ്വാരം വിട്ടുകിടക്കുക എന്ന് മുഹമ്മദ് നബി. ഒരു കുതിരപ്പടയാളി 40,000 കൊല്ലം കുതിരയെ ഓടിച്ചാലേ ഒരു മരത്തിന്റെ താഴ്ഭാഗം വിട്ടുകിടക്കൂ. അങ്ങനത്തെ ഒരു മരം പോരെ നമുക്ക് സ്വർഗത്തിൽ. 40 ബംഗ്ലാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കിയേക്കാരം. അങ്ങനത്തെ മരത്തിന്റെ ചോട്ടിലെ അവരും അവരുടെ ഇണകളും അലൽ അറായിക്കി മുത്തഖിഊൻ,
അരീക്കത്തിന്മേൽ ചാരിയിരിക്കുകയാണ്. അലൽ അറായിക്ക് എന്ന് പറഞ്ഞ കട്ടില്. തഫ്സീർ ജലാലൈനി ഉൾപ്പെടെയുള്ള എല്ലാ തഫ്സീറുകളും ഈ കട്ടിലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. കട്ടിലുകളിൽ വെച്ച് ഏറ്റവും നല്ല കട്ടില് മണിയറയിലെ കട്ടിലായിരിക്കും. ദുന്യാവിലെ കട്ടില് ഇന്ന് മണിയറയുടെ ഡേറ്റാണ്. നാളെ നേരം വെളുക്കുമ്പോഴത്തിന് മുല്ലപ്പൂ വാടിയിട്ടുണ്ടാവും. ഒരീസാണ് ഇവിടുത്തെ മണിയറയത്തെ കട്ടിൽ, ഒരീസാണ്, ഒറ്റ ദിവസത്തേക്കാണ്. എന്നാൽ സ്വർഗത്തിലെ കട്ടില് ഓരോ സെക്കൻഡിലും അഴിച്ചുപണി നടത്തുന്നതും പുതുതാക്കുന്നതുമാണ്. സ്വർഗത്തിന്റെ മുല്ലപ്പൂ വാടൂല. മുല്ലപ്പൂ വാടാത്തോണ്ട് തന്നെ മോറും വാടൂല. മുല്ലപ്പൂ വാടുമ്പോഴാണ് മോറ് വാടുക. അതുകൊണ്ട് മുല്ലപ്പൂ വാടൂല, അതുകൊണ്ട് മോറും വാടൂല. മുഖം വാടുകയില്ല. എപ്പോഴും അഴിച്ചു പണിയെടുക്കുന്ന പുതിയ മണിയറയിലെ കട്ടിൽ പോലത്തെ ഒരു കട്ടില്. എന്നും ആദ്യരാത്രിയാണ് സ്വർഗത്തില്, എന്നും ആദ്യരാത്രിയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗാവകാശിയായ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവനും അവന്റെ കട്ടിലും കൂടിയാണ് യാത്ര ചെയ്യുക. സ്വർഗത്തിലെല്ലാവർക്കും എല്ലാരെയും എപ്പോഴും കാണാന്നാണ്. എന്നാലും ഒരാളെ കാണണമെന്നൊരു പൂതിയാകുമ്പോഴത്തിന് മമ്മൂട്ടിനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്ന് തോന്നുമ്പോൾ മമ്മൂട്ടിയും കട്ടിലും കൂടി ഇങ്ങനെ വരും. അങ്ങനെയാണ്. കുഞ്ഞാമീനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തിന് കുഞ്ഞാമതും കട്ടിലും കൂടി ഇങ്ങനെ വരുന്നതാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിലാന്ന് നമ്മൾ വിചാരിക്കാൻ കേട്ടോ. ഈ പറഞ്ഞത് നമ്മളെ പറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പേരയിൽ വരുന്നത്. ഈ പറഞ്ഞത് നമ്മളെ പറ്റിയിട്ട് തന്നെയാണ്, വേറെ ആരും പറ്റിയിട്ടല്ല. നമ്മളെല്ലാവരും സ്വർഗത്തിലാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ. സ്വർഗത്തിലായാലും പോരാ, സ്വർഗത്തിലെ 100ാമത്തെ ദർജയായ ഫിർദൗസ് ഉണ്ട്, അവിടെ തന്നെ ആവണം. അള്ളാഹു ആക്കി തരട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യട്ടെ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന്. പഠിച്ചോനെ, സ്വർഗത്തിന്റെ മൂലക്ക വാതിലിന്റെ മുക്കിലൊരു സ്ഥലം തരണേ. അത് വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാലേ പറ്റുള്ളൂ. സ്വർഗത്തിൽ അതൊന്നും പറ്റൂല. വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്ന വാതിലിന്റെ മുക്കിലും മൂലക്കൊക്കെ. സ്വർഗത്തിൽ ചെന്നാല് ഏറ്റവും വലിയ സ്ഥലം ജന്നത്തുൽ ഫിർദൗസ് തന്നെ വേണം. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ അതെന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരാള് രാജാവായാല് വേറൊരാളെ പ്രധാനമന്ത്രി ആവാനേ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. രാജാവാക്കണം എന്ന് ആഗ്രഹിക്കാൻ കഴിയില്ലല്ലോ. സ്വർഗത്തിലെ രാജാധികാരാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് മുഹമ്മദ് നബിക്കുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളൊക്കെ രാജാക്കന്മാരായിക്കോളി എന്നാ പറഞ്ഞത്, നിങ്ങളൊക്കെ പ്രധാനമന്ത്രിമാരായിക്കോളി എന്നല്ല. അത് മുഹമ്മദ് നബിക്ക് മാത്രമേ കഴിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിലെ കട്ടിൽ എങ്ങനെയാണ്? കട്ടിലോട് കൂടെയാണ് യാത്ര, കട്ടിലിന് കൂടെയാണ് യാത്ര. അങ്ങനത്തെ ഭയങ്കര സംവിധാനങ്ങളുള്ള ഒരു കട്ടിൽ. ലഹും അവർക്കുണ്ട് ഫീഹാദിൽ ഫാക്കിഹത്തുൻ, ഫാക്കിഹത്തുണ്ട്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാല് ഏറ്റവും ആകർഷണീയവും കാണാനും ആസ്വദിക്കാനും ആകർഷണീയമായ ഭക്ഷണത്തിനാണ് ഫാക്കിഹത്ത് എന്ന് പറയാം. അത് ഭൂരിഭാഗം ആളുകൾക്കും പഴമായതുകൊണ്ട് അതിന് പഴം എന്നർത്ഥം വെക്കുകയാണ്. ഒരാൾക്ക് പഴത്തേക്കാൾ ഇഷ്ടം ഐസ്ക്രീമിനോടാണെങ്കിൽ ഫാക്കിഹത്തിന്റെ അർത്ഥം എന്താണ്? ഐസ്ക്രീം എന്നാണ്. ഒരാൾക്ക് ഏറ്റവും ആകർഷണീയമായ ഭക്ഷണം ഏതാണോ അതിൻ്റെ പേരാണ് ഫാക്കിഹത്ത്. കൂടുതൽ ആളുകൾക്ക് ഇബ്രാഹിം നബി മക്കൾക്ക് തോരുന്നത് പഴമായതുകൊണ്ട് നമ്മൾ ഫാക്കിഹത്തിന് പഴം എന്നർത്ഥം വെച്ചു. ഇബ്രാഹിം നബി തോരുന്നു, പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് ദുന്യാവിലെ പഴങ്ങളിൽ നിന്ന് നീ കൊടുക്കണേ. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരിക എന്തെന്നെയാണ്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാന. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫാക്കിഹത്തിന് നമുക്ക് പഴം അർത്ഥം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസ്ക്രീം ആണെങ്കിൽ ഫാക്കിഹത്തിന്റെ അർത്ഥം ഐസ്ക്രീമാണ്. ഒരാൾക്ക് ബ്രോസ്റ്റ് ആണെങ്കിൽ ഫാക്കിഹത്തിന്റെ അർത്ഥം ബ്രോസ്റ്റ് എന്നാണ്. ഏറ്റവും ആകർഷണീയമായത് എന്താണോ ഒരാൾക്ക് അവനെ സംബന്ധിച്ചുള്ള ഫാക്കിഹത്ത് അതാണ് കിട്ടുക. എന്നിട്ടിങ്ങനെ ഇരിക്കും. സ്ഥിരമായി ഭാര്യയുടെ കൂടെയാണ്, പിരിയുകയേയില്ല. സ്ഥിരമായി ഭാര്യ യാത്ര ചെയ്യുകയാണെങ്കിൽ കട്ടിലോടുകൂടെ പോകും എന്ന് പറഞ്ഞാൽ കട്ടിലുമ്മ ഭാര്യ ഉണ്ടാവും. അങ്ങനെയാണ് പോണത്.
കട്ടിലോടുകൂടെ, മണിയറയിലെ കട്ടിലോടുകൂടെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ സഹധർമ്മിണി കൂടെ ഉണ്ടായിരിക്കും. ഭാര്യയോടൊരുമിച്ചല്ലാതെ യാത്രയില്ല. സ്വർഗത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങിയാൽ 1,00,000 ഖാദിമീങ്ങൾ അവനെ അനുഗമിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ദറജ കുറഞ്ഞ ആള് 100 ദറജയാണ് സ്വർഗത്തിലുള്ളത്. അതിൽ ഏറ്റവും താഴെ ദറജയിലുള്ള ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 1,00,000 ഖാദിമീങ്ങൾ ഒപ്പം ഉണ്ടാവും. ഓന് തോന്നും, പഠിച്ചോനെ ഈ സ്വർഗത്തിൽ എല്ലാ നിയമത്തും കിട്ടിയത് ഒരാളെന്നെ ഉള്ളൂ. അതാരാ? അത് ഞാനാണ്. നരകം അങ്ങനെ തന്നെ കേട്ടോ, നരകം അങ്ങനെ തന്നെയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീയിന്റെ ഒരു ചെരിപ്പാണ്. യഗലി മിൻഹുമാ ദിമാഉഹു. ആ ചെരിപ്പാണ്ട് ഇട്ടാൽ തലച്ചോറ് ഇങ്ങനെ പതച്ചിങ്ങനെ വലിക്കും. ഓന് തോന്നും ഈ നരകത്തിലെ എല്ലാ ശിക്ഷയും കിട്ടിയത് ഒരാളുള്ളൂ, അത് ഞാനാണ് എന്ന് തോന്നും. സ്വർഗത്തിന്റെ നരകത്തിന്റെ അവസ്ഥ അതന്നെയാണ്. അപ്പൊ സ്വർഗത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാം കിട്ടിയത് ഒരാളുള്ളൂ, അത് ഞാനാന്ന് ഏറ്റവും ചെറിയ ദർജയിലുള്ള ആൾക്ക് തന്നെ തോന്നുന്ന അത്രയും നിഅമത്ത് അല്ലാഹു തആല കൊടുക്കുകയാണ്. അത് ആസ്വദിച്ചുകൊണ്ട് അവനും അവന്റെ ഭാര്യയും ഇങ്ങനെ ഇരിക്കുകയാണ് സ്വർഗത്തില്. വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടായിരിക്കില്ല, വെറും ആനന്ദകരം മാത്രമാണ്. നബിയേ, ഇവിടെ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിച്ചു നബിയേ. നാളെ സ്വർഗത്തിൽ വെച്ച് എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിക്കില്ലേ എന്നാലോചിച്ചപ്പോ എനിക്ക് കരച്ചിൽ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പടച്ചോനെ എൻ്റെ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നാലോചിച്ച് കരയാൻ ഞമ്മക്കോ, എൻ്റെ ഭർത്താവിനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നാലോചിച്ച് കരയാൻ ഭാര്യക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മളെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം. ഇത് ഇവിടം കൊണ്ടാണ് ആസ്വദിച്ച് തീർക്കാനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഇത് ഇവിടല്ല, ഇത് ജീവൻ റൂഹ് പിരിയുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീർന്നു. ജീവൻ പിരിഞ്ഞത് മുതലാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിന്റെ ആരംഭമുള്ളത്. ഇണകളായുള്ള ആസ്വദിച്ച ജീവിതം ഇവിടേക്കുള്ളതല്ല, അത് സ്വർഗത്തിലേക്കുള്ളതാണ്. അവിടുന്ന് തുടങ്ങിയത്. ആദം വല്യമ്മാനെ കല്യാണം കഴിച്ചത് സ്വർഗത്തുനിന്നാണ്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ് കുടുംബജീവിതം, വൈവാഹിക ജീവിതം. വല്യമ്മാനെ കല്യാണം കഴിച്ചത് സ്വർഗത്തുനിന്നാണ്. പക്ഷേ അവർ വീട് കൂടിയിരുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തന്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണം കഴിച്ചു എന്നുള്ളൂ, ഒന്നിച്ചൊരു പുതപ്പിൽ കിടന്നുറങ്ങിയിട്ടില്ല. അതിന് ഓല് ഇങ്ങോട്ട് വന്നതാണ്. അതിനാണ് അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം വന്നിട്ട് ദജിന എന്ന് പറയുന്ന പ്രദേശത്തിറങ്ങി. ശ്രീലങ്കയിൽ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഇറങ്ങി. അറഫയിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയ അന്ന് നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഭാര്യയും ഭർത്താവുമായി ജീവിക്കൽ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന് മാത്രം ഒരു കാര്യം പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാനീ പറയണ കാര്യം, ഞാനീ പറയണത് നിങ്ങളെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പഠിപ്പിച്ചതാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയെന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനൊരു കാര്യം പഠിക്കാതെ ചെയ്യാൻ പറ്റൂല. നമ്മൾ സാധാരണ പറയണ്ടല്ലോ, നീർക്കോലി കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട. വേണ്ട, അത് ജനിക്കുന്നതോടുകൂടെ നീന്താൻ അറിയും. മനുഷ്യനല്ലാത്ത ഏത് ജീവനെയും വെള്ളത്തിലിട്ടാൽ നീന്തും, മനുഷ്യൻ മാത്രം നീണ്ടൂല. കുടിച്ചു തീർക്കാൻ നോക്കുക വെള്ളം. മനുഷ്യൻ വെള്ളം കുടിച്ചു തീർക്കാൻ പറ്റുമോ നോക്കും. പല്ലി വരെ വെള്ളത്തിൽ ചാടിയ നീന്തും. പല്ലി, പാമ്പ് നീന്തും, മുരിക്കുട്ടി നീന്തും, പൈക്കുട്ടി നീന്തും, ഒക്കെ നീന്തും, പൂച്ച നീന്തും, ഒക്കെ വെള്ളത്തിൽ ചാടിയ നീന്തും. മനുഷ്യൻ മാത്രം അത് കുടിച്ചിട്ട് വറ്റിച്ചിങ്ങാണ്ട് അവസാനം കയറാൻ പറ്റുമോ നോക്കും. മനുഷ്യനൊന്നും പഠിക്കാതെ കഴിയില്ല മനുഷ്യനൊന്നും. അള്ളാഹു മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ആവശ്യമായ സംവിധാനങ്ങൾ സ്വയമായി വെച്ചിട്ടുണ്ട്. ആട് പ്രസവിച്ചാൽ അല്പസമയം ആടിന്റെ കുട്ടി ഇങ്ങനെ കിടക്കും. ഒന്ന് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം മൂപ്പര് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് മെല്ലെ പോയി ഉമ്മാന്റെ അകട്ടിൽ പോയിട്ട് പാലുടിക്കും. മനുഷ്യന്റെ കുട്ടി ജനിച്ചാലോ
മനുഷ്യൻ്റെ കുട്ടി ജനിച്ചാൽ വേറൊരാൾ എടുത്തുകൊണ്ടുപോയിട്ട് മുലയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് മുലക്കണ്ണ് വായിലേക്ക് വെച്ച് ഞെക്കിക്കൊടുത്തെങ്കിൽ മാത്രമേ കുടിക്കൂ. മനുഷ്യന് ഉമ്മാൻ്റെ മുല കുടിക്കാൻ വരെ ജന്മനാ കഴിയില്ല. നമുക്കതിനൊന്നും അറിയില്ല. നമുക്കെല്ലാം പഠിക്കണം. കുടുംബജീവിതം നമ്മൾ എവിടെ നിന്ന് പഠിച്ചു? ആര് പറഞ്ഞു തന്നു? വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്, പുരുഷൻ സ്ത്രീയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഉമ്മ പഠിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉമ്മയിൽ നിന്നാണ് ലൈംഗിക ജീവിതം പഠിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് കുട്ടി അത് ചോദിച്ചിട്ടുണ്ട്, ഉമ്മ പറഞ്ഞു കൊടുക്കാതിരുന്നതാണ്. മൂത്ത കുട്ടിക്ക് 3 വയസ്സായി. രണ്ടാമത്തെ കുട്ടിനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് 7-ാമത്തെ ദിവസം 8-ാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് വന്ന് കുട്ടിനെ കാണലും തിരക്കൊക്കെ ആയി ഒക്കെ കഴിഞ്ഞ് എല്ലാം കാലിയായപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് മൂത്ത കുട്ടി 3.5 വയസ്സുകാരൻ വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട്, ഉമ്മ ഇന്നിനെ എവിടുന്ന് കിട്ടിയതാന്ന് ചോദിച്ചില്ലേ? അന്ന് ഉമ്മ എന്തേ പറഞ്ഞു? ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ്, ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. എന്താ മനസ്സിലാക്കുക? ഇതേമാതിരി ഒരു 3.5 കൊല്ലം മുമ്പ് ഇനിയും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതെന്നല്ല മനസ്സിലാക്കുക. എന്തുകൊണ്ട് ആ കുട്ടിക്ക് അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അത് ഉമ്മാൻ്റെ ഉദരത്തിൽ ഉമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തി കണ്ടിന്നില്ല വെച്ച് ഇമ്മാൻ്റെ വയറ്റിൽ ഇങ്ങനെ ഉണ്ടായതാ. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓൻ ചോദിക്കായിട്ടല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കായിട്ടാണ്. ഉമ്മയിൽ നിന്നാണ് ലൈംഗിക ജീവിതം ഒരു കുട്ടി പഠിക്കേണ്ടത്. മനുഷ്യൻ ഒരു കാര്യം പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം മനുഷ്യന് പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആര് പഠിച്ചു, നമ്മൾ ആരെ പഠിപ്പിച്ചു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. സെക്സ് എന്ന് പറയുന്ന, ലൈംഗികത എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. സത്യത്തെ നിഷേധിച്ചിട്ട് എന്താ കാര്യം? അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഉൾക്കൊള്ളുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്താൽ അങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് അത്ഭുതകരമായ ഒരു കാര്യം പറയാണ്. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട്. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ. അതിൽ മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയല്ലാതെ ഇണചേരാറില്ല എന്നതാണ് സത്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിത് പറയാതിരുന്നാൽ ഇനി ഒരാൾ പറയാൻ വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാണ്. കുട്ടികളുടെ സാഹസിൽ പറയാൻ പ്രയാസമുണ്ട്. എന്നാലും കൂടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. മനുഷ്യനല്ലാത്ത ജീവികളുടെ ലൈംഗിക ബന്ധങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വലിയൊരു കാര്യം മനസ്സിലാവും. ഒരു കൊറ്റനാടും ഒരു പെണ്ണാടും തമ്മിൽ ഇണചേരുന്നതിന് മുമ്പ് അവർക്ക് ചില കർമ്മങ്ങളുണ്ട്. പെണ്ണാട് നിൽക്കുന്നതിൻ്റെ മുൻവശത്ത് വന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തും കൊറ്റനാട്. ആ സമയത്ത് പെണ്ണാടൊന്ന് മൂത്രമൊഴിച്ചു കൊടുക്കും. ആണാട്, കൊറ്റനാട് ബാക്കിൽ വന്ന് മൂത്രം മൂക്കിലേക്കാക്കി മുകളിലേക്ക് പിടിച്ച് 2 വലി വലിക്കും. എന്താണ് പേള നോക്കിയത്? എന്താണ് ആ ആട് പരിശോധിച്ചത്? മൂത്രം പരിശോധിക്കുന്നത് എന്തിനാ? മൂത്രം പരിശോധിക്കുന്നത് ഗർഭിണിയാണോ എന്നറിയാനാണ്. എന്നാൽ മനുഷ്യൻ മൂത്രം പരിശോധിക്കുന്നത് ഗർഭിണിയാണോ എന്നറിയാൻ മാത്രമാണെങ്കിൽ ആട് 2 പ്രാവശ്യം വലിക്കും. ഇനി നോക്കുകൊണ്ടോ, 2 പ്രാവശ്യം വലിക്കണത്. ഒന്ന്, നിലവിൽ ഗർഭിണിയാണോ എന്നറിയാനും ഗർഭിണിയാവാൻ തയ്യാറുണ്ടോ എന്നറിയാനുമാണ്. ഇല്ലെങ്കിൽ ആ പെണ്ണാടുമായി കൊറ്റനാട് ഇണചേരാറില്ല. മനുഷ്യൻ മാത്രം കുട്ടികളുണ്ടാവരുത് എന്ന് കരുതി ഇണചേരുന്നു. വേറൊരു ജീവി അങ്ങനെ ചെയ്യൂല. കന്നിമാസത്തിലാണ് നായ്ക്കൾ ഇണചേരുന്നത്. നാദിറായി, വളരെ അപൂർവമായി അല്ലാത്തത് സംഭവിച്ചേക്കാം. അതില്ലാത്ത മാതിരി കൂട്ടണം. ഏതിനും എതിരിൽ ചില അപൂർവ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നായ്ക്കൾ ഇണചേരുന്നത്. എന്തേ കാരണം? കന്നിമാസത്തിലെ പട്ടി ഗർഭിണിയാവുള്ളൂ എന്നതാണ് കാരണം. മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലല്ലാതെ ഇണചേരാറില്ല. ലൈംഗിക അസംതൃപ്തിയുടെ കാരണം കുട്ടികൾ ഉണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്നു എന്നതാണ്. നമ്മൾ കുട്ടികളുണ്ടായാലും ഭാര്യ ഗർഭിണിയായാലും നമ്മളെ ചങ്ങായിമാരോട് നമ്മൾ പറഞ്ഞത് എടാ കുടുങ്ങിയടാ എന്നാ പറഞ്ഞത്. വെള്ളം കോരാൻ ചെന്നപ്പോൾ ഓളും അങ്ങനെ തന്നെ പറഞ്ഞത് എടി പറ്റിച്ചു എന്നാ തോന്നണത് എന്നാ. പിന്നെ എങ്ങനെ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കോ? കാരണം നമ്മളുണ്ടായപ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതിയത് കുടുങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം പഠിക്കാതെ ചെയ്യാൻ പറ്റൂല. നമ്മളെല്ലാ കാര്യവും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുടുംബജീവിതം, ലൈംഗിക ജീവിതം എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. എവിടെ നിന്ന് പഠിക്കണം?
ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃക ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 63-ാമത്തെ വയസ്സിലും നബി തങ്ങള് ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കോഴിക്കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ നബി തങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് സഫിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാല് കുടിക്കുമായിരുന്നു. ഏതെങ്കിലും 63 കൂട്ടണ്ട, ഏതെങ്കിലും ഒരു 45 വയസ്സായ ഭാര്യ ഭർത്താവിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ആരടുത്തുനിന്ന് നമ്മൾ പഠിച്ചത്? കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറുത്താല് അതിന്റെ കുറകെടുത്തിട്ട് ഖദീജാബിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തയക്കും നബി തങ്ങൾ. വല്ലാതായപ്പോ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, അജൂസുൻ കഥാവ കഥ, നബിയെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ ഈ ഖദീജ ഒരു തള്ളല്ലേ എന്ന് ചോദിച്ചു. ഒരു തള്ളനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ പറയണത്, എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ധാരാളം സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ നബിയേ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഭാര്യയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്നിട്ട് 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വലദത്തിനി ഇബ്നഹാ, ഖദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞത് ഗർഭപാത്രമാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറും, ശരീരത്തിൽ രോമവളർച്ചയുണ്ടാകും. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമവളർച്ച കൂടുതലായിരിക്കും, താടി മീശയൊക്കെ ഉണ്ടാവാൻ തുടങ്ങും, ശബ്ദം വരെ പുരുഷൻ്റെതായി മാറും. സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും. ഞാനതിന് നിഷേധിക്കൊന്നല്ല കേട്ടോ, ഞാനത് പാടില്ല എന്നൊന്നും പറയല്ല. പക്ഷെ പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. വലദത്തിനി ബിനഹാ, ഖദീജ എനിക്ക് കുട്ടിയെ പ്രസവിച്ചു തന്നു. 2 കുട്ടികളെ, മക്കളെ അറുത്ത് തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് നിങ്ങളല്ല കേട്ടോ. ഒരു സലാത്തല്ലേ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അതർക്കടി ഇടയിലിരുത്ത എന്തോ പറഞ്ഞു, അത് പറയേണ്ടതായിരിക്കില്ല, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് പറഞ്ഞു? 3 കാര്യങ്ങൾ ആയിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തത് ആമനത്തി ബി ഹീന കഫറന്നാസ് എന്നാണ്. ആമനത്തി ബി ഹീന കഫറന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാവരും പറ്റും. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മളെ നാട്ടുകാർ മൊത്തം സാലിപ്പൈസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിള തന്നെയാണല്ലോ, അവിടെയാണ് പ്രശ്നം കിടക്കണേ. നബി തങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം. അത് ഏത് ഭാര്യ? ഖദീജ ബി എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ. ഖദീജ ബിക്ക് 40 വയസ്സാണ്. എന്താണ് സ്ത്രീകളുടെ 40 വയസ്സിൻ്റെ പ്രത്യേകത? സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം 40. ശരാശരിയാണ് കേട്ടോ. ശരാശരി 40 എന്ന് പറഞ്ഞാൽ 38 മുതൽ 42 വരെ. ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം. ആ സമയത്തുള്ള ഒരു സ്ത്രീ. പിന്നെ ഖദീജ ബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. വയസ്സ് 40 എന്നുള്ളത് നോക്കണ്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യവും, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു. മൂന്നാമത്തത്,
അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്. എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കുചേർത്തിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് ഓളെ വാപ്പ കൊടുത്ത 30,000 റുപ്യന്റെ കണക്ക് ഇപ്പോഴും പറയാന്നല്ല. എന്തേ പറഞ്ഞു? ഖദീജ ബീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതൽ ഞാൻ കിട്ടിയതിൻ്റെ ശേഷം ഓൾക്ക് ഉണ്ടായിട്ടില്ല, മുഴുവൻ എൻ്റെതായിരുന്നു, കൊടുത്തം തീർത്തത് മുഴുവൻ. എന്തേ കാട്ടിയ? ഖദീജ ബീവിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അറബികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം ചെയ്യാം, വർഷത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം 6 മാസത്തെ വരുമാന മാർഗമാണ്, 6 മാസത്തെ ജീവിത മാർഗമാണ് ഒരു കച്ചവടം. ഒരു കച്ചവട സംഘത്തിൽ 40 ഒട്ടകങ്ങളാണ് ഉണ്ടാവുക. 40 ഒട്ടകപ്പുറത്ത് 40 വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാല് 40 ഒട്ടകങ്ങളുള്ള ഒരു സംഘം 40 കുടുംബത്തിന്റെ 6 മാസത്തെ വരുമാന മാർഗമാണ്. എന്നാൽ ഖദീജ ബീവിക്ക് ഒട്ടക സംഘമുണ്ട്, 40 ഒട്ടകമുണ്ട്. 40ന്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ 40 വാര തന്നെയാണ് ഖദീജ ബീവിയുടേതാണ്. അങ്ങനത്തെ ഒരു സംഘമല്ല, അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് ഖുവൈലിദിന്റെ മകളായ സയ്യിദത്തുനാ ഖദീജ. അത് മുഴുവനും കൊടുത്തിട്ട് നബി തങ്ങൾ സ്വതക്ക കൊടുത്താണ് തീർത്തു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതാണ് മുതല്. ആ മുതല് മുഴുവൻ ഇന്റതാക്കി മാറ്റി. അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്. ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സമ്പത്തിൽ എന്നെ പങ്കുചേർത്തു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിലൊരു വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ്. അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല, രണ്ടാളുടെയും 2 മനസ്സാണ്. ആണുങ്ങൾക്ക് ടെൻഷൻ വരിക, നിങ്ങൾ എന്ത് മനസ്സാണ് 5 വയസ്സക്ക് വകയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല, ശേഖരണ മനസ്സാണ്. പൈസ ഉണ്ടാക്കുക, അതാണ് പുരുഷന്റെ മനസ്സ്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ്. നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കുക, കഞ്ഞി ഉണ്ടാക്കുക, പാത്രം അരിച്ചു വരിക, തുടക്കുക, തിരുമ്പുക, അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ്. അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലാണ്. എന്നെങ്കിലും ഒരു ദിവസം ചാറിലിപ്പ് കയറിയാൽ ഇവിടെ ഒന്നും ചാറിലിപ്പ് തന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ. എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പെണ്ണിൻ്റെ അടുത്ത് പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആണുങ്ങളും വേണം ഒന്ന് ശ്രദ്ധിക്കുക, പോക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത്. പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല. എല്ലാ വിലയും നിലയും പോവും, മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും. അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരും അറിയിക്കാൻ പാടില്ല എന്ന്. എത്ര ഉറുപ്പ് വരുമാനം ഉണ്ട് എന്ന് ആരും അറിയിക്കരുത്. ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട, ചോദിക്കും വേണ്ട, അത് ഓൽക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങൾ, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ? ഇതിലിപ്പോ 25 കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, അങ്ങനെ താഴെ പെണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം. ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി, ആരും പറയണ്ട. ഓരോരുത്തർ അവനെൻ്റെ മനസ്സിൽ ചോദിക്കുക. നമ്മളിപ്പോൾ 15 കൊല്ലം, 20 കൊല്ലം, 10 കൊല്ലം, 40 കൊല്ലം, 45 കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ്, ആർക്കും എതിർപ്പില്ല. ഒക്കെ സ്വർഗത്തേക്ക് എത്തണം, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊള്ളണമെന്ന് ആഗ്രഹമാണ്. അള്ളാഹ് ഒരുമിച്ച് വിടട്ടെ, വേണ്ട തന്നെയാണ് എല്ലാവരും. അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട്, ഭാര്യനോട്, മോളെ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സഹാബി വര്യൻ പറഞ്ഞു, നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇജത് അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാൽ പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ മതി പറഞ്ഞു. പറഞ്ഞയച്ചു. നമ്മളെന്നും കാണില്ല നമ്മളെ പെണ്ണുങ്ങളെ, ഇതുവരെ നമ്മൾ മോളെ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഭാര്യ താഴെയുള്ള പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ വകയായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി, ഇന്നത് പറയണം. ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. 6 മാസം കൂടുമ്പോൾ ഒന്നുകൂടിയും പറയാം. അങ്ങനെ 6 മാസം, കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട. എന്നിപ്പോൾ അതിൻ്റെ ഒരു പണി അത് പറ്റില്ല. 6 മാസം കൂടുമ്പോൾ ഒന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ. ഒന്ന് സ്നേഹവും, 2 നന്ദി. എനിക്കിപ്പോൾ അങ്ങോട്ട് ഭയങ്കര നന്ദിയുണ്ട്. ഞാനത് ഐസിൽ വെച്ചിട്ട് എന്താ കാര്യം, തണുത്ത് കണ്ടത് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനം ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നതുമാതിരി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്താ പരാതിരുന്ന കുഴപ്പം? പരാതിരുന്നാലും മീൻകാരൻ പറഞ്ഞാൽ ഓൻ്റെ ഒപ്പം പോകും. മീൻകാരൻ എന്നുള്ള ഉദാഹരണമാണ്. പയതുവർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പറയുന്ന ആൾക്കാരൊപ്പം പോവും. നമ്മളാരും പറഞ്ഞില്ല എന്നുള്ള തന്നെ പ്രശ്നം. തിരിച്ചോളും ഇങ്ങോട്ടും പറഞ്ഞില്ല, നമ്മൾ അങ്ങോട്ടും പറഞ്ഞില്ല. നാട്ടുകാരോട് പറയും പോലെ അല്ലല്ലോ, അവനെൻ്റെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ? ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും, ഉറപ്പാണ് ആ കാര്യം. സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. നബിതങ്ങൾ ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാ. പോയി പറഞ്ഞിട്ട് ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീനും തമ്മിൽ ജീവിച്ച ജീവിതം. നിക്കാഹിന്റെ ശാസ്ത്രീയം നമ്മൾ തോർക്കുമല്ലോ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന ആദമ വ ഹവ്വാ കമാ അല്ലഫ്ത ബൈന ഹബീബിനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന ഉമ്മഹാതിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഈ 2 ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആദം നബിന്റെയും ഹവ്വാ ബീവിന്റെയും ഇടയിലുള്ളത് പോലുള്ള ഇൽഫത്ത്, യോജിപ്പ് നീ ഉണ്ടാക്കണേ. എന്താ ആദം നബിയുടെയും ഹവ്വാ ബീവിന്റെ ഇടയിലുള്ള ഇൽഫത്ത് പറഞ്ഞാൽ അറിയങ്ങള്? ഞാൻ പറഞ്ഞു, ആദം നബി വന്നിട്ട് ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്. ഹവ്വാ ബി വന്നിട്ട് സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് ഇറങ്ങിയത്. ശ്രീലങ്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് യാത്ര ചെയ്താലാണ് സൗദി അറേബ്യയിലെത്തുക. ആദം വല്ലിപ്പെങ്ങാനും അന്ന് കിഴക്കോട്ട് നടന്നിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ? ഇലാ യൗമിൽ ഖിയാമ ഓര് തമ്മിൽ വിമാനം കാണാതായ മാതിരി ആവൂലേ? യാതൊരു ഐഡിയ പൈൽ കിട്ടുന്നില്ലല്ലോ എന്ന മാതിരി ആവൂലേ? പക്ഷേ പോകൂല. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ കൽബുകൾക്കിടയിൽ ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാക്കിയിരുന്നു. ഖുർആൻ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തട്ടിമുട്ടി ജീവിക്കാനല്ല, സന്തോഷത്തോടെ. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്തിലാണ് പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്തിലാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. നമ്മളെന്താ പറയാ, പെണ്ണെട്ടിയാൽ കാല് കെട്ടി എന്നാണ് നമ്മളെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ്. പെണ്ണെട്ടിയാൽ പിന്നെ ഇടങ്ങാറായി എന്ന് നമ്മൾ പറയാം. ഖുർആൻ ഇടങ്ങാറാവാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇടങ്ങാറായാണെങ്കിൽ എന്ത് മനസ്സിലായി? ഖുർആൻ പറഞ്ഞ കല്യാണമല്ല നടന്നത് എന്ന് മനസ്സിലാവും. ഖുർആൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്തിനാ? ലിതസ്കുനു ഇലൈഹ, ഉള്ള സമാധാനം കൂടാൻ വേണ്ടിയിട്ടാണ്. ഉള്ള സമാധാനം കൂടിയും പോകാൻ വേണ്ടിയിട്ടല്ല. അതിനാ 2 കാര്യങ്ങൾ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത്, റഹ്മത്ത് എന്നിവയായ 2 ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സമാധാനത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയാകുന്നു. മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറഞ്ഞത് 2ഉം സ്നേഹബന്ധാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ 8 തരം സ്നേഹങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറയുന്നത്. സ്നേഹം, നന്നായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ഈ സ്നേഹബന്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത്.
ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഇൽഫത്ത് എന്ന ഇണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അടങ്ങാത്ത സ്നേഹമുണ്ടെങ്കിൽ കുവൈത്തിലുള്ള ഭർത്താവ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വീട്ടിലുള്ള ഭാര്യക്കറിയാം. വീട്ടിലുള്ള ഭാര്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഖത്തറിലുള്ള ഭർത്താവിനറിയാം. ഈ ബന്ധം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ട്, ഉമ്മാനേറ്റാണുള്ളത്. ഇങ്ങനൊരു ബന്ധം നമുക്ക് ഉണ്ട്, ഉമ്മാനേറ്റാണ്. നോമ്പ് നോറ്റു 6 വയസ്സുകാരൻ, ആരും അറിയാതെ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം കുടിച്ച് പുറത്തേക്ക് വന്നാലും ഉമ്മാക്കറിയാം സംതിങ് റോങ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അറിയും. നമ്മളറിയില്ല എന്നൊക്കെ വിചാരിക്കും, സംഗതി ഉമ്മാക്കറിയാം. എന്താ കാര്യം? അതാണ് ഇൽഫത്ത് എന്ന ബന്ധം, ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം. എൻ്റെ കുട്ടി 2 ദിവസമായി ഫോൺ ചെയ്തിട്ട് ഓൻ എന്തെങ്കിലും പറ്റുമെന്നാവോ, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയും ഉമ്മ. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും ഉമ്മാക്കറിയാൻ പറ്റും ആ ബന്ധം. ഇതിനെയാണ് ഇൽഫത്ത് എന്ന് പറയുന്ന ബന്ധം എന്ന് പറയുന്നത്. അതാണ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ഇടയിൽ അല്ലാഹു ഉണ്ടാക്കിയ ബന്ധം. അതാണ് മുഹമ്മദ് നബിയുടെയും ആയിഷ ബീവിയുടെയും ഇടയിൽ ഉണ്ടാക്കിയത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സൗദാ ബീവി, സഫിയ ബീവി, മൈമൂന ബീവി, റംല ബീവിയുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ സ്നേഹബന്ധം ഉണ്ടാവണം. എന്താണ് ആ സ്നേഹബന്ധം? ആ സ്നേഹബന്ധം സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിനാണ് അത് പറയാം. മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ഇല്ലെങ്കിൽ വയലാക്കണം. ഒപ്പത് സ്വർഗം, നരകം, മഹ്ശറ, ഹിസാബ്, നല്ല നല്ല വിഷയങ്ങളുണ്ട്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അവ ഈ മവദ്ദത്ത് റഹ്മത്ത് എന്ന സ്നേഹബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ പോവുക? അതായത് സ്നേഹം 2 തരത്തിലുണ്ട്. ഒന്ന് സ്വാർത്ഥതയുള്ളതും ഒന്ന് സ്വാർത്ഥത ഇല്ലാത്തതും. ഈ സ്വാർത്ഥത എന്ന് നമ്മൾ പറയുമ്പോൾ ദുന്യാവിലേക്ക് ആലോചിക്കണ്ട. ഇപ്പോൾ നമ്മളെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പാട്ട് പാടി. അപ്പോൾ റൗള തുറന്നു. യാ അക്റമൽ ഖുറമാല അതാബിക്കും ഉമറൽ ഫഖീറൽ മുർതജി ലിജനാബിക്കും യർജുൽ ലതാഅലൽ ബഖായി ബിബാബിക്കും വദ്ദംഉ മിൻ ഐനൈഹി സലസജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റൗള തുറന്നു. ഇത് നമ്മളെ സബീനന്റെ സൈഡിലുണ്ട്. ഈ ആക്രമം ബൈത്ത് ഹജ്ജിന് പോകുമ്പോൾ എഴുതിയെടുത്ത് പോവുക. 1000 വട്ടം ചെല്ലിയാലും തുറക്കൂല, 10,000 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്തേ? ബെയ്ത്തൊന്നല്ലാത്തതല്ല കാരണം, ബെയ്ത്തൊന്ന് തന്നെയാണ്. ഇത് ചെല്ലിയാൽ തുറക്കും റൗള ഷരീഫിന്റെ വാതിലിൽ നിന്ന് നമ്മളെ തല പറഞ്ഞു തന്നതാണ്. നമ്മളെ തലയാണ് നമുക്ക് പറഞ്ഞത് ഇത് ചെല്ലിയാൽ തുറക്കും. എന്നാൽ ഉമർ ഖാദിക്ക് തൻ്റെ തല പറഞ്ഞു കൊടുത്തതായിരുന്നില്ല, തൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ വന്നുപോയതാണ് ഒരു പാട്ട്. അപ്പൊ സ്നേഹം 2 തരത്തിലുണ്ട്. ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ സ്നേഹമുണ്ട്, ഒന്ന് ഹൃദയബന്ധിതമായ സ്നേഹമുണ്ട്. തലന്റെ സ്നേഹമുണ്ട്, ഹൃദയത്തിന്റെ സ്നേഹമുണ്ട്. നമ്മളെല്ലാവരും ഇപ്പം നമ്മളെ കുട്ടികളെ നോക്കുന്നുണ്ട്. എന്തിന്? വലുതാവുമ്പോൾ നോക്കാൻ. ആര് പറഞ്ഞു? തല പറഞ്ഞു. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായില്ല, ഈ കുട്ടി 10 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കൂല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിന്റെ വാൾവിന് 5 ഓട്ടയാണ്, ജീവിക്കൂല. എല്ലാവർക്കും അറിയും, ഉറപ്പാണ്. എന്നാലും ആ കുട്ടിയുടെ ഉമ്മാക്ക് എന്തോ ഒരു ഇഷ്ടേക്കാര ആ കുട്ടിനോട്. എന്തിനു വേണ്ടി? അതാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. നബിതങ്ങളെ നമ്മളെ സ്നേഹിച്ചു എന്തിനാ? നബിതങ്ങൾ നമ്മളെ സ്നേഹിച്ചു എന്തിന്? നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണോ നബിതങ്ങൾക്ക്? നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ട് വേണ്ട. എത്ര സ്നേഹം എന്നറിയങ്ങള്. വാപ്പയും ഉമ്മയും മക്കളെ തിരിഞ്ഞുമൊക്കെ സിറാത്ത് പാലം കടന്നിട്ടാണ്. നോക്കും, നോക്കാതിരിക്കൂല. മക്കൾ മാതാപിതാക്കളെ നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന് ശേഷമാണ്. എന്നാൽ സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് തിരിഞ്ഞു നിൽക്കുക, അത് മുഹമ്മദ് നബി. ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ,
എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയേ. ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? സഹാബ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യും ഞാനുണ്ടാക്കും, അവിടെ നിങ്ങൾ അന്വേഷിക്കണം. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ ഞാനുണ്ടാകും, അവിടെ നിങ്ങൾ അന്വേഷിക്കണം. പുന്നാര നബിയെ, മാണിക്കല്ലേ, അവിടെ കണ്ടില്ലേ, ഞാൻ എവിടെ നോക്കാന്ന് ചോദിച്ചു മൂപ്പര്. ഹൗദുൽ കൗസർ എന്ന പാനീയം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും. അള്ളാന്റെ റസൂലേ, അവിടുന്ന് നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ തെരയേണ്ടത് നബിയെ എന്ന് ചോദിച്ചു ആ സഹാബി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതെ പോകില്ല സഹാബാ. അവസാനത്തെ മനുഷ്യൻ ആണ് കിടക്കുന്നത് വരെയും അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ ഉമ്മാക്കും വാപ്പാക്കും വരെ കഴിയില്ല. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാക്ക് ഉമ്മാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാൻ കഴിയില്ലല്ലോ. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ, വാപ്പയാവാൻ കഴിയില്ല. വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മാവാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത്. ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചത്. ഒരാൾക്ക് ഒരേ സമയം മാതാവും പിതാവുമാവാൻ കഴിയുമെങ്കിൽ അത് പുണ്യനബിക്ക് മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബ് ഷിഫയുടെ മുഖദ്ദിമയിൽ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി എനിക്ക് കുട്ടിയെ തരണേ എന്ന് നിയ്യത്ത് ചെയ്തിട്ടല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ലെന്നാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മളെല്ലാവരും കല്യാണം കഴിച്ചു. കല്യാണം നിക്കാവും തൊലാക്കും തമാശക്ക് പറഞ്ഞാൽ ശരിയാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും നിക്കാഹ് ശരിയാണ്. ദീനിന്റെ 3-2 പൂർത്തിയാക്കുന്ന ഒരു അമലാണുള്ളത്. നമ്മൾ എത്ര ആള് നിക്കാഹിന് നിയ്യത്ത് വെച്ചിട്ടുണ്ട്? നിക്കാവും തൊലാക്കും തമാശക്ക് പറഞ്ഞാലും ശരിയാവും. അതുകൊണ്ട് ശരിയായിട്ടുണ്ട്. കൂലിട്ടുണ്ടെങ്കിൽ നിയ്യത്താണല്ലോ. നമ്മളിൽ എത്ര പേര് നിക്കാഹിന് നിയ്യത്ത് വെച്ചു? ഇനിയിപ്പോൾ എന്താ കാട്ടോ ഉസ്താദേ, ഇപ്പൊ വെച്ചോളി നിയ്യത്ത്. ഏതും നഷ്ടപ്പെട്ടാലും ഏതും വീണ്ടെടുക്കാം. നീയത്ത് നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനെ ഇപ്പൊ വെക്കുക നീയത്ത്. എന്താ നീയത്ത്? 120 വരി ഇങ്ങനെ സ്വർഗത്തേക്ക് വരി ഇങ്ങനെ നിൽക്കും. മഹ്ശറയിൽ 120 വരി ഇങ്ങനെ നിൽക്കും. അതിൽ 80 വരിയും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി. അല്ലാഹുവേ, നാളെ മഹ്ശറയിൽ 120 വരികൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ 80 വരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകും. ആ വരിയിൽ നിർത്താൻ എനിക്ക് നീ കുട്ടികളെ തരണേ, അതിനാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കുട്ടി സ്വാലിഹാവാൻ വേറെ ദ്വാരക്കേണ്ടി വരില്ല. ആ കുട്ടി സ്വാലിഹാവാൻ വേറെ ദ്വാരക്കേണ്ടി വരില്ല. ലക്ഷ്യം എന്താണ്? കൊടുക്കുന്നവന്റെ ലക്ഷ്യവും വാങ്ങുന്നവന്റെ ലക്ഷ്യവും ഒന്നായിരിക്കണം. കൊടുക്കുന്നവന്റെ ലക്ഷ്യവും വാങ്ങുന്നവന്റെ ലക്ഷ്യവും ഒന്നായിരിക്കണം. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ശരിയാകുക. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെ കുടുംബജീവിതം പഠിക്കണം. നബി തങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. അള്ളാഹുവിന്റെ റസൂല് ഉമ്മാത്തുൽ മുഅ്മിനീനുമായി ഇടപഴകിയത് എങ്ങനെയാണ്, സംസാരിച്ചത് എങ്ങനെയാണ്, പെരുമാറിയത് എങ്ങനെയാണ്? ആയിഷ, ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ ചോദിച്ചു. സുർക്ക നല്ല കൂട്ടാനാണെന്ന് ഹദീസിലുണ്ട് പറഞ്ഞു.
നിയമൽ ഉദുമു അൽ ഖല്ലു. അപ്പോൾ ഒരാൾ എന്നും സുർക്ക കൂട്ടണുണ്ടപ്പോൾ ചോദിച്ചു, അത് ഹദീസ് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. സംഗതി ഹദീസിലുള്ളതാണ്, പക്ഷെ എങ്ങനെയുള്ളതെന്ന് അറിയങ്ങൾ. നബിതങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആയിഷാബിനോട് ചോദിച്ചു, ആയിഷ ഇവിടെ കഴിക്കാൻ വല്ലതുണ്ടോ ചോദിച്ചു. നബിയെ ഇവിടെ ഉണങ്ങിയ റൊട്ടി ഉള്ളൂ പറഞ്ഞു. അതിക്കെന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. സുർക്കല്ലാതെ വേറൊന്നുമില്ല പറഞ്ഞു. അപ്പം പറഞ്ഞു എന്ത്, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മളെന്നും സുർക്ക കുടിക്കാനൊന്നും പാടില്ല, ഒരുപാട് എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് കല്ല്, പെണ്ണുങ്ങൾക്ക് വെള്ളപോക്ക്, വയറ് കാഴ്ച. എന്നിട്ട് പിന്നെ ഹദീസിൽ വന്നതല്ലാണ്ട് ഹദീസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതെല്ലാവരോടും ഒരു കാര്യം അതിൽ കിട്ടും, സുർക്ക സ്റ്റോക്ക് വേണമെന്ന് കിട്ടും. സുർക്ക എപ്പോഴും പെരയിൽ സ്റ്റോക്ക് വേണം എന്നതിന് കിട്ടും. സ്ഥിരമായി സുർക്ക കുടിക്കണം എന്നൊന്നും അതിന് കിട്ടൂല. വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. കാരണം അതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇവിടെ ഒന്നുമില്ല, സുർക്ക തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്നാ ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുർക്ക നല്ല കൂട്ടാനാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വൈകുന്നേരം അങ്ങാടി പോവല്ലോ. എല്ലാവരും അങ്ങാടി പോയിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ പെരേക്ക് വന്നിട്ട് ആ VIP ചെയറിൽ ഇങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് അടുക്കളയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തും, എടി കട്ടൻ ചായ കൊണ്ടുറെടി. അപ്പം നമ്മളെ ഭാര്യ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി ഉടനെ വരണം. നമ്മൾ പെരേത്തെ നിയമമാണ്, അലിഖിത നിയമം. ആ കട്ടൻ ചായക്ക് 3 ഷർത്തുണ്ട്. ഒന്നാമത്തെ ഷർത്ത്, ഇവന്റെ മനസ്സിലുള്ള അത്ര പൊടി അതിലിട്ടിട്ടുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇവന്റെ മനസ്സിലുള്ള അത്ര മധുര അതിനുണ്ടാകാൻ പാടുള്ളൂ. 3, ഇവന്റെ മനസ്സിലുള്ള അത്ര ചൂട് അതിനുണ്ടാകാൻ പാടുള്ളൂ. 3 ഒരു ഷർത്ത് വ്യത്യാസപ്പെട്ടാൽ അന്ന് ആ പെരയിൽ ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും ഒപ്പയിക്കാരം. പണ്ട് ബദർ വേറെയും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഉഹുദ് വെള്ളം നടന്നത്. ഈ പെരയിൽ ബദർ ഉഹുദ് ഒപ്പം നടന്നു. ഇതാണ് നമ്മൾ പെരയത്തെ കാര്യം പറഞ്ഞത്, നാട്ടുകാർ പെരയത്തെ കാര്യമല്ല. ഇന്ത്യ ഇങ്ങളെയും പെരയത്തെ കാര്യമാണ് ഇപ്പൊ ഞാനീ പറഞ്ഞതേ. നമ്മളമാതിരി അങ്ങാടി പോയിന്ന ആൾ തന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടി പോയിട്ട് വന്നാൽ ആയിഷ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യവും എടി കൊണ്ടടി എന്നുള്ള ചോദ്യവും തമ്മിൽ രാവും പകലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു വാക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയണം. ഇങ്ങനെയാണ് ഓരോ സമീപനങ്ങളും, എല്ലാ സമീപനങ്ങളും അങ്ങനെയാണ്. നമ്മൾ നബിതങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം. ഇൽഫത്ത് എന്ന ബന്ധമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടാവാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉമ്മാൻ്റെയും കുട്ടിയുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായെന്ന് അറിയുങ്ങൾ? അതേമാതിരി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാക്കാം. എങ്ങനെ ഉമ്മാൻ്റെയും കുട്ടിയുടെ ഇടയിൽ ഉണ്ടായത്? ഉമ്മാൻ്റെയും കുട്ടിൻ്റെ ഇടയിൽ ഇൽഫത്ത് എന്നുള്ള ബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ദൂരെയുള്ള മകന് വേണ്ട നമുക്ക് ഇത് കിട്ടുമല്ലോ, കുട്ടിനെ തൊട്ടിൽ ഉറക്കി കിടത്തിങ്ങാണ്ട് ഉമ്മ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയി. ഒരു അമ്മായിൻ്റെ പെരേക്ക് 2 കിലോമീറ്റർ അപ്പുറം, 2 കിലോമീറ്റർ അപ്പുറമുള്ള അമ്മായിയുടെ പെരയിൽ പോയി. തൊട്ടിൽ കിടന്ന് കുട്ടി ഉണർന്നാലും ഉമ്മക്കറിയാം. എങ്ങനെ അറിയും? മുലയിലേക്ക് പാലറങ്ങും. ഒരു കുട്ടി മുല കുടിക്കാൻ വേണ്ടി ഉണർന്നാൽ ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിരിക്കും. മുല കുടിക്കാൻ ഒരു കുട്ടി ഉണർന്ന് കരയുന്നു, ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല. എന്നാൽ കുട്ടി ഉണരുന്നതും കുട്ടി കരഞ്ഞതും മുല കുടിക്കാനല്ല എന്ന് മനസ്സിലാക്കാം. മുല കുടിക്കാനല്ല, പിന്നെന്തിനായിരിക്കും? ഈ ലോകത്ത് തൗഹീദിന് വേണ്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് കുട്ടിയാണെന്ന് ഗസാലി ഇമാം പറഞ്ഞതാണ്. തൗഹീദിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ വന്ന് ആദ്യമായി കരഞ്ഞത് തൗഹീദിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ വേണ്ടിയിട്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് തൗഹീദിന്റെ വാചകം കേൾക്കാനാണ്. ഓടി വന്ന ഉമ്മ നമുക്ക് തൗഹീദിന്റെ വാചകം പാടിത്തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിത്തന്നപ്പോൾ എത്രയോ തവണ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെയും കുട്ടിയുടെയും ഇടയിൽ അല്ലാഹു ബന്ധമുണ്ടാക്കിയത് തൗഹീദിന്റെ വാചകം ഇങ്ങനെ ചൊല്ലിത്തന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടാക്കിയത്. അങ്ങനെ ഈണത്തിൽ പാടിത്തരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഇതുകൊണ്ട് തന്നെ ആ ബന്ധം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഹദ്ദാദ് ചൊല്ലിയാൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മൗലൂദ് ഓതിയാല്
അഷ്റഖ ചൊല്ലിയാല്, ബുർദ ബൈത്ത് ചൊല്ലിയാല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയാൻ വേണ്ടി വന്നു. മരിക്കുമ്പോൾ പറയാനുള്ള വാക്കാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് മരണരംഗാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വാക്ക്, ആ വാക്കിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ പോലും കരയുന്നത് എന്നാണ്. അപ്പം നമ്മളെ ഇടയിലേക്ക് ഒരു ചെറിയ കുട്ടി വന്ന് പെട്ടാൽ കുട്ടി കരയല്ലോ. ഒരു ചെറിയ കുട്ടി ഒന്നിങ്ങനെ നോക്കും, പരിചയമുള്ള ആരുമില്ലെങ്കിൽ കുട്ടിയാണ് കരയും. അപ്പോൾ ബാക്കിൽ നിന്ന് കുട്ടിയുടെ വാപ്പ വന്നിട്ട് കൈമ പിടിച്ചാൽ കരച്ചു നിർത്തും. വാപ്പാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി കരയാണെങ്കിലോ, വാപ്പ എടുത്തപ്പോൾ ഒരു കുട്ടി കരയാണ്. അപ്പം ഉമ്മ വന്നിട്ട് കുട്ടീനെ വാങ്ങിയാൽ കരച്ചു നിർത്തും. കാരണം വാപ്പയേക്കാൾ പരിചയവും ബന്ധവും ഉമ്മാനോടാണ്. ഇനി ഉമ്മാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി കരയാണെങ്കിലോ, ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വരണം, അപ്പോഴാണ് നിർത്തുക. ഏതാ ഉമ്മാനേക്കാൾ പരിചയമുള്ള ആൾ? അതാണ് തൗഹീദിൻ്റെ വാക്ക്. താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ്. താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടും. നമ്മൾ അന്ന് ദുനിയാവിൽ ജനിച്ചു വന്ന് ആദ്യമായി കരഞ്ഞത് ഇത് കേൾക്കാനായിരുന്നു. ദുനിയാവിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ഈ വാക്ക് കേൾക്കാനാണ്. അങ്ങനെ നമ്മൾ അന്നത് കേട്ടു, നമ്മൾ ഒരുപാട് തവണ അത് കേട്ടു ഉറങ്ങി. എപ്പോഴാണ് ഒരു കുട്ടി ഉണരുന്നത്? ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന റൂഹ് ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതായത് ഇലാഹിയായ കണക്ഷൻ വിടുമ്പോഴാണ് ഒരു കുട്ടി ഉണരുക. കുട്ടികൾ നല്ല പഠിക്കേണ്ട സംഗതിയാണ്. കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു വേണോ? മനുഷ്യന്മാരെ ചെറിയ കുട്ടികൾ നോക്കാറില്ല. വെള്ള കളർ കണ്ടാൽ നോക്കും, വെളുത്ത ഡ്രസ്സോ കണ്ടാൽ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കും. കുട്ടികൾ അതാ നോക്കുക. അതെന്താ അങ്ങനെ നോക്കാൻ കാരണം? മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണ്. ദുനിയാവിലേക്ക് അവസാനം തുറക്കുന്നതും കണ്ണാണ്, ദുനിയാവിൽ നിന്ന് ആദ്യമായി അടക്കുന്നതും കണ്ണാണ്. ചെവിയൊക്കെ തുറന്ന് എല്ലാം തുറന്നതിന് ശേഷം അവസാനേ ദുനിയാവിലേക്ക് കണ്ണ് തുറക്കുള്ളൂ. എന്നാൽ ആദ്യം ദുനിയാവിൽ നിന്ന് അടക്കുന്നത് കണ്ണായിരിക്കും. ആദ്യം യാത്ര പറയുക കണ്ണാണ്. പാപ്പ നമ്മളെ നോക്കണേന്ന് നമുക്ക് തോന്നും, പക്ഷെ നോക്കുന്നുണ്ടാവില്ല. ആദ്യം യാത്ര പറയുന്നത് കണ്ണായിരിക്കും. അപ്പം ഈ കണ്ണ് ദുനിയാവിലേക്ക് അവസാനേ തുറക്കണുള്ളൂ. കുട്ടികൾ മനുഷ്യന്മാരെ നോക്കാറില്ല, അവർ വെള്ള കളർ നോക്കും. മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധം. ഇങ്ങനെ ബന്ധം പാലിച്ച് കുട്ടികൾ ഇങ്ങനെ പോരുന്നു. അവർക്ക് ഏറ്റവും രസകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കേൾക്കുക എന്നതാണ്. ഇത് ഉമ്മ ചൊല്ലിക്കൊടുത്തപ്പോഴാണ് ഉമ്മയും കുട്ടിയും തമ്മിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടായത്. പിരിയാൻ കഴിയാത്ത ബന്ധമുണ്ടായി. ആ ബന്ധം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യനോട് ഇതിൻ്റെ ഭാര്യ അല്ല എന്ന് ഒരിക്കൽ പറഞ്ഞ ഓളോളെ പേരേക്കാണ് പോകണം. ഉമ്മാനോട് 1000 വട്ടം പറഞ്ഞാലും ഉമ്മ ഉമ്മന്നെ ഇരിക്കും. ബന്ധത്തിൻ്റെ ഊക്കാണ്, ബന്ധത്തിൻ്റെ ഊക്കാണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉമ്മ നമുക്ക് ഇങ്ങനെ ചൊല്ലിത്തന്നു. ഇത് ഇതേപോലെ ഭാര്യയും നമ്മളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചെല്ലുകയാണെങ്കിൽ ഇൽഫത്ത് എന്ന ബന്ധം ഭാര്യയും ഭർത്താവും ഉണ്ടാവും. മക്കളെയും കൂടിയും കൂട്ടിയാലോ എല്ലാവരും കൂടി ഭയങ്കര ബന്ധമായിരിക്കും. ഞാൻ പറഞ്ഞത് ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് തയ്യാർ ചെയ്തൊരു സംഗതിയാണ്. അത് വെറും പള്ളിക്ക് ചെല്ലാനുള്ളതോ മദ്രസ ചെല്ലാനുള്ളതോ മാത്രമല്ല, പെരയിലുമാണ് ഹദ്ദാദ് അല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ കുടുംബം. ഒമാനിലെ സലാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ യമനിലേക്ക് പോകുന്ന ബോർഡറിൽ ഒരു പാറക്കല്ലിൻ്റെ അടിയിൽ സയ്യിദന്മാരുടെ വലിയൊരു ശ്മശാനത്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്, അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ. പകൽ സമയം മുഴുവനായിട്ടും പനിയാണ്. പകൽ മുഴുവൻ പനി, പകൽ മുഴുവൻ ഇരുമ്പ് പണി. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയെടുത്ത, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരനാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്. അബ്ദുള്ള എന്നാണ് പേര്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുമ്പ് പണിയെടുക്കും. രാത്രിയായാൽ വൈകുന്നേരമായാൽ നേരം വരുന്നതുവരെ പനിക്കും. അതിശക്തമായ പനി. അങ്ങനത്തെ ഒരു മനുഷ്യൻ. നാട്ടുകാർ അദ്ദേഹത്തോട് ചെന്നിട്ട് അവരുടെ പ്രയാസങ്ങളും വേവലാതികളും പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തതാണ് ഹദ്ദാദ് റാത്തീബ് എന്നത്. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നത്. അതിൽ ഓരോ ദിക്റിനും വളരെ പ്രധാനമാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ 8 നാമങ്ങൾ ചേർത്തൊരു ദിക്റുണ്ടായില്ല. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാണ്. 8 നാമങ്ങൾ ചേർത്ത, ഈ ഇസ്ലാമിൽ മാത്രമല്ല ലോകത്തെ ധാർമ്മികത പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനക്കാരും 8 നാമങ്ങൾ ചേർത്താണ് പറയാറുള്ളത്. എല്ലാ മതങ്ങളിലും അതുണ്ട്, 8 നാമങ്ങൾ ചേർത്ത്.
ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ 8 നാമങ്ങൾ ചേർത്തത്. ഭയങ്കര രസകരമായ ഒരു ദിക്റാണ്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീർ യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീർ യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഇങ്ങനെ ഓരോ ദിക്റ് ഇതിങ്ങനെ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ ഭാര്യ ഭർത്താവ് മക്കള് തമ്മിൽ ഹൃദയബന്ധം, അതായത് ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാവും. ഉമ്മാനി നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്, ഉമ്മയും നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്, താരാട്ടുപാടിത്തുന്ന ബന്ധമാണ്. അതാണ് ഇതേ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, മക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനൊക്കെ നമുക്കൊരു ഒഴിവാണെന്ന് മാത്രം. നമ്മൾ ഹർത്താലിൽ അന്ന് പോലും പെരയിലിരിക്കൂല. ഹർത്താലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നാടൻ കോയിന് അറക്കാനും പെരയിലിരിക്കാനും കുട്ടികളൊപ്പം ചോറിക്കാനുള്ള ദിവസമാണ്. എന്നാൽ പോലും നമ്മൾ പെരയിലിരിക്കൂല. അന്ന് എന്തെങ്കിലും ബൈക്കൊപ്പിച്ചിലെടുക്കലും പോകാൻ പറ്റുമോ നോക്കും. അന്നെങ്കിലും ഒന്ന് പെരയിലിരുന്നിട്ട് കുട്ടികളൊപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ, നമ്മൾ ഭാര്യൻ്റെ ഒപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാ നിരക്കും ഒഴിവുള്ള ദിവസമെങ്കിലും നന്നായിട്ടൊരു പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വലിയ തളികയിലാക്കിയിട്ട് എല്ലാവരും ചുറ്റുവറിയിരുന്ന് കണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചൊരു വർത്താനൊക്കെ പറഞ്ഞു കണ്ട് അതിനൊന്നും നമുക്ക് നേരമില്ല. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒപ്പാവും വേണം. രണ്ടും കൂടി നടക്കൂല. ഇതിന് നേരമുണ്ടെങ്കിൽ അവിടെ ഒപ്പാവാൻ പറ്റും. സ്വർഗത്തിന് ഏതായാലും ഒപ്പാണ്, അള്ളാഹു ഒപ്പാക്കി തരട്ടെ. ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ്. ആഗ്രഹിച്ചാവും. ഒരു വക്ത് നിസ്കാരം കള ആയാലേ 50,000 കൊല്ലം ഭാര്യയും ഭർത്താവും പിരിയണം. 5 കൊല്ലം നമുക്ക് പിരിയാൻ പറ്റില്ലല്ലോ. 5 കൊല്ലം പിരിയാൻ പറ്റാത്ത നമ്മളും നമ്മുടെ ഭാര്യയും ഒരു വക്ത് നിസ്കാരം കള ആയാൽ 50,000 കൊല്ലം കാണാതിരിക്കണം മഹ്ശറയിൽ. ഓരോ വക്തിനും അങ്ങനെയാണ്. അതിലാണ് യഥാർത്ഥത്തിൽ സങ്കടം വേണ്ടത്, അതിലാണ് നമുക്ക് വിഷമം വേണ്ടത്. അതിൽ വിഷമിച്ചവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാൻ പറ്റും. സ്വർഗം വലിയൊരു സംഗതിയാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അമാ ബാലുക്കും, എന്താ എൻ്റെ പൂതീന്ന്? അമാ ബാലുക്കും എത്തന്യപ്പം എൻ്റെ പൂതി എന്നാണ് അതിനെ മലയാളത്തിൽ കൊടുന്നാൽ അതിൻ്റെ അർത്ഥം. കുറേ നേരമായില്ലേ ഇങ്ങനെ നോക്കിക്കണ, എന്താ എൻ്റെ പൂതിന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, നബിയേ, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് എനിക്കിങ്ങനെ നിൽക്കാം. സ്വർഗത്തിൽ എല്ലാവരും എത്തിയാൽ തന്നെ നബിയെ നിങ്ങൾ വലിയ ദർജയിലും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുമോ നബിയെ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല. സ്വർഗം നമ്മുടെ ഒരു ചിന്താ വിഷയം തന്നെ ആണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും സ്വർഗത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം വരുന്നത്. ഇപ്പോൾ നമുക്ക് കുട്ടികളോട് നല്ല ഇഷ്ടമല്ലോ, കുട്ടികളോട് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. സ്വർഗത്തിലുണ്ട്. അതാണ് എല്ലാവർക്കും ചുവന്ന റോസാപ്പൂ ഇഷ്ടല്ലേ? ചുവന്ന റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടല്ലേ? എന്താ കാരണം? ചുവന്ന റോസാപ്പൂ സ്വർഗത്തിലുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിന്റെ മണമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് ആഗ്രഹം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പാട്ട് എന്തേ പാട്ട് ഇഷ്ടമാകാൻ കാരണം? ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട്. ഉണ്ട്. അപ്പം മൂപ്പർക്കൊരു സംശയം, സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരം? നബിയെ, സ്വർഗത്തിൽ എങ്ങനെ ഇക്കാരം പാട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, സ്വർഗത്തിലെ പാട്ട് ഹംദ്, സ്വലാത്ത്, തസ്ബീഹ് തുടങ്ങിയവ ചേർന്നതാണ് എന്ന് പറഞ്ഞു.
അപ്പൊ നബിയെ സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടോന്ന് ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. അതെങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചു. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോ അല്ലാഹു തആല സ്വർഗത്തിലൊരു പ്രത്യേകമായ കാറ്റുണ്ട്, ആ കാറ്റിനെ വിളിക്കും, എന്നിട്ടൊരു പാട്ട് പാടാൻ പറയും. അപ്പൊ സ്വർഗത്തിലെ മുളങ്കാട്ടിലേക്ക് അത് പ്രവേശിക്കും. അങ്ങനെ സ്വർഗത്തിലെ മുളങ്കാട്ടിൽ ചെന്നിട്ട് അതിങ്ങനെ പാട്ട് പാടുമ്പോൾ, ഞാൻ ഈ ഹദീസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് മുള എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത സാധനമാണല്ലോ, ഭൂമിയിലെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള സാധനം എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ സ്വർഗത്തിലെ പാട്ട് പാടുന്ന സാധനമാണത്. യഥാർത്ഥത്തിൽ മുള ഇവിടുന്ന് തന്നെ പാട്ട് പാടുന്നുണ്ടല്ലോ. മുള എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് തന്നെ പാട്ട് പാടുന്നുണ്ട്. ഉമർ ഖയ്യാമാണ് മുളയുടെ പാട്ട് ഏറ്റവും നന്നായി വിശദീകരിച്ചത്. ഒരു മുളയിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാന തണ്ടിൽ അത് വെച്ചിങ്ങനെ ഒരുതിയാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാണെന്ന, രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പോകാനുള്ള ദാഹം, അതാണ് യഥാർത്ഥത്തിൽ മുളയുടെ കരച്ചിൽ എന്ന് ഉമർ ഖയ്യാം പറഞ്ഞിട്ടുണ്ട്. ജിമായിൽ എന്താ ഉള്ളത്? രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ശരിക്കും അതിലുള്ളത്. തൗഹീദാണ് ശരിക്കും അതിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അതിന് സ്വർഗീയമായ അമൽ എന്ന് പറയാൻ കാരണം. സ്വർഗത്തിനെ കുറിച്ച്, സ്വർഗീയ സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ജിമായിനെ കുറിച്ച് പറയാൻ അതാണ് കാരണം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളോട് ദുനിയാവിൽ ഇഷ്ടം തോന്നുന്നുണ്ടോ അതെല്ലാം സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് ഇഷ്ടം. പാമ്പിനോട് നമ്മക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനോട് നമ്മക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? തേള് സ്വർഗത്തിലില്ല. ഇത് നമ്മൾ ആഗ്രഹമായിട്ട് മാറുമ്പോൾ നമ്മളെ ഷോക്കേസിലുള്ള നരകത്തിലുള്ള എല്ലാ സാധനവും വലിച്ചെറിയണം പോയിട്ട്. സ്വർഗം നമ്മളൊരു ആഗ്രഹമാണെങ്കിൽ നമ്മളെ പ്രവർത്തനം അതിനനുസരിച്ച് വരണമല്ലോ. അപ്പം നമ്മളെ ഷോക്കേസിൽ നരകത്തിലുള്ള കുറേ സാധനം ഉണ്ടാകും. പ്ലാസ്റ്റിക്കിൻ്റെ തേള്, പിന്നെ റബ്ബറിൻ്റെ പാമ്പ്, അതൊക്കെ എടുത്തെറിഞ്ഞിട്ട് വല്യപ്പ പണ്ട് ഒതുണ്ടാക്കിയെന്ന ഓടിൻ്റെ കിണ്ടില്ലേ അട്ടത്ത്, അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നല്ല പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വരതിയിട്ട് ഉഷാറാക്കിയിട്ട് കൊണ്ടുവയ്ക്കുക. എന്തേ കാരണം? കാരണമാണ് വേണ്ടത്. എന്താ കാരണം? സ്വർഗത്തിൽ കിണ്ടിയുണ്ട് എന്ന് ഖുർആനിലുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. സ്വർഗം നമുക്ക് പൂതി ഉണ്ടെന്ന് വന്നാൽ പോരാ, പൂതി ഉള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണമല്ലോ. പൂതി ഉള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണം. അതുകൊണ്ട് ഈ അമൽ സ്വർഗത്തിലേക്കുള്ളതാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളതാണ് ശരിക്കും. അതിൽ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ അത് കിട്ടും. ഓരോ കാര്യങ്ങളും സ്വർഗത്തിലേക്കുള്ളതെന്ന് കിട്ടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തുഹ്സിനി ഹീന യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എൻ്റെ റബ്ബേ ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷനാക്കരുത്, ഹീന യുബ്അസൂൻ, ബീസത്തിന്റെ നാളില്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാണത്. ആർക്കും ഉപകാരം ചെയ്യൂല എന്നല്ല, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അല്ലാഹുവിങ്കൽ ചെന്നവനല്ലാതെ. അപ്പൊ ഖൽബുൻ സലീമോടുകൂടെ ചെല്ലണം. എന്തിന്? സ്വർഗത്തിൽ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടാനേ. അപ്പൊ മക്കൾ സ്വർഗത്തിലേക്കുള്ളതാണ് എന്നർത്ഥം. മുതലും സ്വർഗത്തിലുള്ള തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് മുതൽ തന്നിട്ടുള്ളത് അല്ലാഹു തആല നമുക്ക് നാവ് തന്നിട്ടുള്ളത് ദിക്ർ അല്ലാനാ. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് തന്നിട്ടുള്ളത് സ്വർഗം വാങ്ങാനാ. അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നിട്ടുള്ളത് സ്വർഗം വാങ്ങാനാ. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്തു തന്നതാണ്. നമ്മളെ നിഅമത്തും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഒക്കെ ദുന്യാവായി മാറിയെന്ന് മാത്രം. മോന് ഗൾഫിലാണ്, ഓനവിടെ ഭയങ്കര നിയമത്താണെന്ന് പറഞ്ഞാൽ എന്നും കോയിട്ടുന്ന അതിനർത്ഥം വെച്ചേ നമ്മൾ. വാപ്പ ഗൾഫിലാണ്, അവിടെ ഭയങ്കര റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്ന് നമ്മൾ അർത്ഥം വെച്ചത്. നിയമത്ത്, ബർക്കത്ത്, റഹ്മത്ത്, റാഹത്ത്, സലാമത്ത് ഇതൊക്കെ സ്വർഗത്തിലാണ്. അതൊക്കെ സ്വർഗമാണ് ശരിക്കും. ഒരുപാട് മുതലുണ്ട്. അത് റഹ്മത്താവണമെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവന് സ്വർഗം വാങ്ങാൻ പറ്റണം. ഒരാൾക്ക് 10 മക്കളുണ്ട്. അതവന് റഹ്മത്തും റാഹത്തും സലാമത്തും ആവണമെങ്കിൽ ആ മക്കളെ കൊണ്ട് അവന് സ്വർഗം കിട്ടാൻ കാരണമാവണം. അപ്പോഴേ കാര്യമുള്ളൂ. 106 മക്കളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 106 മക്കള്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. അനസ് ബിൻ മാലിക് ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മു സുലൈമിനെ രണ്ടാമത് വിവാഹം കഴിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്. അബൂ തൽഹ. അപ്പോൾ കല്യാണം കഴിച്ച് ഉമ്മ പോവുകയാണ്. അപ്പോൾ കുട്ടീനെന്താ കാട്ടുക എന്നുള്ളൊരു പ്രശ്നം വന്നു.
അവൻ നബിതങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉമ്മു സുലൈമിനെ രണ്ടാമത് വിവാഹം കഴിച്ച അബൂ സുലൈം റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് നബിന്റെ അടുത്ത് വന്നു. ഈ ഉമ്മു സുലൈം അബൂ സുലൈം എന്ന് പറഞ്ഞാൽ അബൂ തൽഹയാണ് അബൂ സുലൈം എന്ന് പറഞ്ഞത്. അബൂ തൽഹയുടെ ഭാര്യയാണ് ഉമ്മു സുലൈം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു മാതൃകാപരമായ ഭാര്യയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും നോക്കണം എന്ന്. അതായത് കുട്ടി മരിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം പിന്നെ ഭാര്യ ഭർത്താവിനനുസരിച്ചു, ഭക്ഷണം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അവസാനം അള്ളാഹു നമ്മളെടുത്ത് തന്നിരുന്ന അമാനത്ത് അവൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവം, അതാണ് അബൂ സുലൈം ഉമ്മു സുലൈം എന്ന് പറഞ്ഞത്. ഈ ഉമ്മു സുലൈം, ഈ അബൂ തൽഹ ഈ ശരിക്കും ഉമ്മു സുലൈമിനെ വിവാഹം ചെയ്യാനുള്ള കാരണം തന്നെ അബൂ തൽഹയ്ക്ക് ഉമ്മു സുലൈമിനോട് താല്പര്യം തോന്നി. ഞാൻ എന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. മുസ്ലിം ആവുകയാണെങ്കിൽ കല്യാണം കഴിക്കാറുണ്ട്. അങ്ങനെയാണ് അബൂ തൽഹ മുസ്ലിമായി വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് നല്ല ഉയർന്ന മനുഷ്യനായി. മാതൃകാപരമായ ദമ്പതികളിലാണ് ആരെ എണ്ണിയത്? അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും എണ്ണിയത്. ഈ ഉമ്മു സുലൈം എന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ച് അബൂ തൽഹയുടെ കൂടെ പോണ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഉണ്ടായി കൊടുത്തു. കൊണ്ടുപോയിട്ട് എളാപ്പ പറഞ്ഞു, അതായത് ഉമ്മു സുലൈമിന്റെ രണ്ടാം ഭർത്താവായ എളാപ്പ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അനസുമോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദ്വാരനാ മതി. അപ്പൊ ഇങ്ങനെ തലയിൽ കൈവച്ചു, തലയിൽ ഇങ്ങനെ കൈവച്ചു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി, അല്ലാഹുവേ അനസിനെ മാലിലും ഔലാദിലും ബർക്കത്ത് ചെയ്യണേ എന്ന് തോരുന്നു. ചെറുപ്പം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങളും ആയിഷ ബീവിയും ഒരു തലയണമ തല വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോ അതേ തലയണമ ഇവിടെ തല വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കിടക്കും. ആ പെരയിൽ വേറെ തലയണ ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ട് കിടക്കും. അത്രയും ചെറുപ്പത്തിൽ നബിന്റെ ഒപ്പം കൂടി ഇതായിരുന്നു. കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം മദീനയിൽ അനസ് ബിൻ മാലിക്കിന് മാത്രമായിരുന്നു. റളിയല്ലാഹു അൻഹു 106 മക്കളുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു 106 ഹാഫിളീങ്ങളാണ്. നമ്മൾ മരിച്ചെടുക്കുമ്പോൾ ഒന്ന് ഓതണമെങ്കിൽ വാടക ആളെ കൊണ്ടുവരണ്ടേ. അനസ് റളിയല്ലാഹു അൻഹുവിന് 106 ഹാഫിളീങ്ങളായ മക്കളുണ്ടായി. അപ്പൊ മക്കള് മുതല് എന്നൊക്കെ പറഞ്ഞത് സ്വർഗം വാങ്ങാനുള്ളതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആവണം. എന്തിനാ നമുക്ക് കുട്ടികള്? എന്തിനാ നമുക്ക് കുട്ടിയെന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മളെ കൽബക്ക് വരിക വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ്. ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരിക അതാണ്. വയസ്സാവുമ്പോൾ നോക്കാനാണെന്നാ. നമ്മളെ വയസ്സാവുമ്പോൾ നോക്കാൻ ഒരു കുട്ടി വേണമെന്ന് ആര് പറഞ്ഞെന്നാ? നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ നോക്കി അല്ലാഹു തആലക്ക് വയസ്സാവുമ്പോൾ നോക്കാൻ വല്ല പ്രയാസവും ഉണ്ടോ? ഒരു പ്രയാസവും ഇല്ല. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് പറയല്ലോ. ആരോഗ്യമില്ലാതെ നിന്നെ ഹജ്ജിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നിന്റെ റബ്ബിന് കഴിയല്ലോ. റബ്ബിനത് കഴിയുമല്ലോ. ഒരാരോഗ്യമില്ല, നീച്ചാ വെച്ചെങ്കിലും എന്നെ മക്കത്തും മദീനത്തും കൊണ്ടുപോയിട്ട് ഹജ്ജ് ഉംറയും നിർവഹിച്ചു കണ്ട് തിരിച്ചുവിടെ കൊടുന്നാക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെങ്കിൽ എന്തിനാ ആരോഗ്യത്തുമ്പോ കണക്ട് ചെയ്യണം? അതിന് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നാ പറയേണ്ടത്. തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം പോണം എന്നാ പറയണ്ടേ. ആരോഗ്യത്തും കണക്ട് ചെയ്യണ്ട. എന്ന മാതിരി കുട്ടികൾ എന്തിനാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരിക വയസ്സാവുമ്പോ നോക്കാനാണ് എന്നാ. അതാണ് ഇബ്രാഹിം നബി തോരുന്നത്, പഠിച്ചോനെ അങ്ങനെ ആയാൽ ഞാൻ ടെൻഷനാകും. റബ്ബിലാ തുഹ്സിനീ ഹീന യുബഅസൂൻ, ബീസത്തിന്റെ നാളിൽ എന്നെ നീ ടെൻഷനാക്കരുത് റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാണത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ. പടച്ചോനെ എനിക്ക് ഇജ്ജല്ലാതെ ആരുമില്ലല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ അവന് മക്കളെ കൊണ്ട്, അതാണ് ഖൽബുൻ സലീം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയം. അല്ലാഹ് എനിക്ക് ഇജ്ജ് മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാൽ മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ 3 മക്കളുണ്ട്. ഒരാൾ സൗദിയിലാണ്, ഓൻ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തവൻ കുവൈത്തിലാണ്, ഓൻ പൈസ ഒക്കെ ഉണ്ട്. 3-മത്തവൻ കോളേജ് വെക്കേഷനിലാണ്, വീട്ടിലിരിക്കാൻ ഓനുണ്ട്. വാപ്പ ആശുപത്രിക്ക് പോവുകയാണ്. വാപ്പ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു പൈസ വെക്കാൻ 1-മത്തവൻ അല്ല ആശുപത്രിയിൽ നിൽക്കാൻ 1-മത്തവൻ ലീവിന് വന്നു. പൈസ വെക്കാൻ 2-മത്തവൻ കുവൈത്തില്.
പെരത്തെ കാര്യം നോക്കാൻ മൂന്നാമത്തെ നാട്ടിൽ ആശുപത്രി ഒന്ന് റാഹത്തായിട്ട് പോയി കിടക്കട്ടെ എന്ന് കരുതി വാപ്പ പോയാൽ 3 ദിവസം തിരക്കുണ്ടാവില്ല. 4ാമത്തെ ദിവസം ഫോൺ എടുത്തിട്ട് മറവ് പോയിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് വിളിക്കും, കുഞ്ഞോളെ കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാന്. അവനെ വാപ്പ ആശുപത്രി കിടക്കുമ്പോൾ ഒന്ന് പോയിക്കാ ഒഴിവില്ലാത്ത നമ്മളെന്തിനാ അവനെ പറ്റുക? ചെവി കൊണ്ടാണ് കേൾക്കേണ്ടി വരും. എനിക്ക് എൻ്റെ മക്കളുണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ, റബ്ബേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലേ ഓന് ഒറ്റ മോൻ മതിയാവും, ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. എന്തിനാ നമുക്ക് കുട്ടികൾ? അത് കറക്റ്റ് തീരുമാനിക്കണം. നമുക്ക് എന്തിനാ മക്കൾ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് മാത്രമേ നമുക്ക് കുട്ടികളെ ആവശ്യമുള്ളൂ, വേറെ ഒന്നിനും ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ആ നീയത്തിൽ നിൽക്കുമെങ്കിൽ കുട്ടികൾ നന്നാൻ വേറെ വഴിയും വേണ്ട. നന്നായി ഈ നീയത്തിൽ കറക്റ്റ് നിൽക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി. എല്ലാ കാര്യവും ഇങ്ങനെയാണ്. കറക്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റണം, കറക്റ്റ് നിൽക്കാൻ പറ്റണം. അതുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അപ്പോൾ ഒന്നാമതായി നമ്മളെ കൽബിക്ക് വരിക വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാ. രണ്ടാമതായി പിന്നെ നമുക്ക് വരെ കുറേ സ്വത്തും മുതലൊക്കെ ഇല്ല, അതിനൊരു അനന്തരാവകാശം വേണ്ടേ? ആരാ പറഞ്ഞു അതിന് അവകാശമാണെന്ന്? നമ്മൾ മരിച്ച് കുറേ സ്വത്തും മുതലൊക്കെ അന്യാധീനപ്പെട്ടു, ഗവൺമെൻറ് കണ്ടു കെട്ടി. എന്നാൽ എന്ത് ചേമ്പ വരാനുള്ളത്? ഒന്നും വരാനില്ല. മക്കൾ ഉണ്ടായാലേ ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് ഇങ്ങനെ തല്ലുകൂടി കണ്ടുക്കും. ആരെ പറഞ്ഞു അതിന് അനന്തരാവകാശമാണെന്ന്? അതിനൊന്നും കുട്ടികളെ വേണ്ട. കുട്ടികൾ വേണ്ടത് 120 വരി സ്വർഗത്തേക്ക് നിരന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ വരിയിൽ ഓരോന്ന് 80 മുഹമ്മദ് നബിയുടെ ഉമ്മത്തേക്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം. 80 വരി, അതിലൊരുപാട് മക്കളെ വേണം. അതിനാണ് യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടി. ഈ നീയത്തിൽ അതാണ് ഉമർ റളിയല്ലാഹു വരുന്നത്. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല. നബിയെ എനിക്ക് എൻ്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ് ഇഷ്ടം. അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലയോ ഉമറേ, എൻ്റെ എളാപ്പ മുസ്ലിമാകുന്നത് നിന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. ഇങ്ങക്ക് നിങ്ങളെ എളാപ്പ മുസ്ലിമാണല്ലോ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അതന്നെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അതുകൊണ്ട് മക്കൾ നന്നാവണം, അത് വലിയൊരു ആഗ്രഹമാണ്. അത് നമ്മളെ നിയ്യത്ത് ആദ്യം നന്നാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ സമസ്തക്കും അതിൻ്റെ അനുബന്ധ സംഘടനകൾക്കും ഒക്കെ ഖിദ്മത്ത് എടുക്കുന്നത് ആഖിറം സലാമത്താകാനാണ്. വേറെ നമുക്ക് യാതൊരു ലക്ഷ്യമില്ല, വേറെ ലക്ഷ്യമില്ല. ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ആ വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. അവർ നമുക്ക് കാണിച്ചു തന്ന പാതക യഥാർത്ഥത്തിൽ അതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്ക് വളരെ വലിയ നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമ, ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കൾ, അവരുടെ പിന്നിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് റൂട്ട് തെറ്റൂല. ഇതൊരു കറക്റ്റ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കറക്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മക്കളെ എല്ലാവരും സമസ്തയുമായി അടുപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സമസ്തയുമായി അടുപ്പിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും അവസാനത്തെ വാക്കിനെയാണ് സമസ്ത എന്ന് പറയുന്നത്. അതിനാണ് സമസ്ത എന്ന് പറയുന്നത്. സമസ്ത ഇവിടെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. ഹജ്ജിന് പോണ ആൾക്കാർ ഇപ്പം നമ്മളൊക്കെ തന്നെ സൗദിയിലൊക്കെ ചെന്ന് മക്കത്ത് ചെന്ന് ഹറമിലൊക്കെ ചെന്നാൽ അവിടെ തൂണിൻ്റെ ചോട്ടിൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവർ ഫാത്തിഹ ശരിയാക്കണ കാണാം. ഫാത്തിഹ അവർക്ക് തെറ്റാണ്. അല്ലെങ്കിലോ പാഠം കുൽഹുവല്ലാഹ് അതിൽ 3-4 തെറ്റെന്ന് പറഞ്ഞ മാതിരിക്കാരോ ഫാത്തിഹ തന്നെ 5-6 തെറ്റുണ്ടാവും. എന്തായാലും കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ കൂടെ സിയാറത്തിന് പോകുമ്പോൾ നല്ല തലകെട്ടും താടിയും നീളം കുപ്പായുള്ള ആൾക്കാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൂത്രയിച്ചാൽ മനരിക്കാൻ നീച്ചു പോകും. ഓൽക്ക് അറിയില്ല മൂത്രയിച്ചാൽ എന്താ വേണ്ടതെന്ന്. നമ്മളൊരു 3-ാം ക്ലാസ് പഠിക്കണേ അല്ലെങ്കിൽ 2-ാം ക്ലാസ് പഠിക്കണേ 7 വയസ്സുള്ളൊരു മോനെ വിളിച്ചിട്ട്, മോനെ മൂത്രയിച്ചാൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വെള്ളം കൊണ്ട് മരിക്കണം എന്ന് പറയും. മോനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കല്ലുകൊണ്ട് മരിക്കണം എന്ന് പറയും. അത്രയും കറക്റ്റാണ്, അത്രയും കറക്റ്റാണ്. ഒരു 45, 50, 60 വയസ്സായ ഒരാൾക്ക് 55-ാമത്തെ വയസ്സിലാണ് ഒന്ന് നന്നാവണമെന്ന് തോന്നിയത്. ആരോടും ചോദിക്കാതെ ഓനെ ഒതുണ്ടാക്കി നിസ്കരിക്കാൻ പറ്റും. എന്തേ? സമസ്ത ഓനെ ഇവിടെ ആദ്യം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്.
സമസ്ത ഓനവിടെ ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാനും നോൻപൊരുക്കാനും യുദ്ധത്തിൻ്റെ കാരണങ്ങളും സക്കാത്തിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായി ഒരു മുഅ്മിൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാം സമസ്ത സമയാസമയങ്ങളിൽ പഠിപ്പിച്ചു വെച്ചു. തബറുക്കുള്ള ഒരു പ്രസ്ഥാനാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പ ഒരു പണിയില്ലാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോൾ സമസ്ത ഉണ്ടാക്കിയതെന്ന് നമ്മൾ വിചാരിക്കരുത്. മൂപ്പർക്ക് ഏതായാലും ഒരു പണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സമസ്ത ഉണ്ടാക്കി അങ്ങനെ വിചാരിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു ചാപ്പനങ്ങാടി വാപ്പൂലര്. ചാപ്പനങ്ങാടി വാപ്പൂലര് പ്രസിഡന്റായിരുന്നു. കോട്ടക്കലുള്ള ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി എന്ന് പറഞ്ഞ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആൾ. ഞങ്ങളിൽ പല ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനിയൊന്നും ചെയ്യാൻ ഞങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് മടക്കിയപ്പോൾ വാപ്പൂലടുത്ത് പോയതാ. വാപ്പൂലടുത്ത് പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങാണ്. പെരേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം, ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കൊടുന്നെടുത്തു. ഈ ചായ കുടിച്ചാളി, ഒക്കെ കുടിച്ചാളി പറഞ്ഞു. അങ്ങനെ മൂപ്പര് വർത്താനം അങ്ങനെയാണ്, ഒക്കെ കുടിച്ചാളി പറഞ്ഞു. മൂപ്പര് എന്ത് ചെയ്തു, ആ ചായ കുടിച്ചു. പൊടി ഉണ്ടായിരുന്നു അടിയിൽ, അതും കൂടിയാണ് കുടിച്ചു. ഒക്കെ കുടിച്ചാനല്ല പറഞ്ഞേ, ചായപ്പൊടിയാണ് കുടിച്ചു. കുടിച്ചോ ചോദിച്ചു. ആ കുടിച്ചു പറഞ്ഞു. എന്നാൽ ഒരുക്ക പൊയ്ക്കോളിട്ടോ, പിന്നെ പോണ്ടായിരുന്നു. ചെമ്പക്കും കുഞ്ഞാപ്പോജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും കുഞ്ഞാപ്പോജി ജീവിച്ചിരിപ്പുണ്ട്, ഇതാ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാപ്പൂലര് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞടന്നപ്പോൾ സമസ്ത ഉണ്ടാക്കിയതാന്ന് നമ്മൾ വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, മഹത്തുക്കളായ ആളുകൾ, ഔലിയാക്കന്മാർ, അവർ ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളീയ മുഅ്മിനീങ്ങളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴി എന്ന നിലയിൽ അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. മക്കളെ ആ റൂട്ടിലേക്ക് തിരിക്കുകയും വേണം. അത് സത്യപാതയാണ്, അത് ശരിയായ മാർഗ്ഗമാണ്, അത് വിജയത്തിൻ്റെ വഴിയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സമസ്തയുടെ മണ്ണിറഞ്ഞ മഹത്തുക്കളുടെ കൂടെ അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഇരിക്കണം. കുറഞ്ഞ സമയം കൂടിയുള്ള ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മജ്‌ലിസ് നൂർ ജലിൽ കൂട്ടമായിട്ട് അസ്ർ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പം എല്ലാവരും ഇരിക്കണം. ആരും സദസ്സിന് അലങ്കാരമായി നിൽക്കരുത്. അതിൻ്റെ ശേഷം നടക്കുന്ന